கிறிஸ்துவினால் தெரிந்தெடுக்கப்பட்டவர்கள், இயேசுவின் இரத்தத்தினால் கழுவப்பட்டவர்கள். சாத்தானுக்கு இனிமேல் உங்கள் மேல் உரிமை இல்லை. எல்லாமே இயேசு, எல்லாமே இயேசு, எனக்கு எல்லாமே இயேசு. தேவனுடைய பரிசுத்த நாமம் மகிமைப்படுவதாக. ദൈവത്തിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Glory be to the holy name of God. ദേവരാജ്യത്തെ കുറിച്ച് இந்த മാലവേളയിൽ നാം സറ്റ് ധ്യാനിപ്പോമാ. ആ ദൈവരാജ്യത്തെ കുറിച്ച് ഈ സന്ധ്യാവേളയിൽ അല്പമായി ധ്യാനിക്കാം. This evening let's meditate upon the theme, the kingdom of God. ഈ ദേവരാജ്യത്തെ കുറിച്ച് സുവിശേഷങ്ങളിൽ മത്തേയു എഴുതിയ സുവിശേഷത്തിൽ 32 മുറയും ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ 32 മുറയും എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ ദൈവരാജ്യത്തെ കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷത്തിൽ 32 തവണയും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 32 തവണയും പരാമർശിച്ചിട്ടുണ്ട്. Regarding this kingdom of God, the Gospels according to Matthew and Luke 22 times the reference has been given. മാർക്ക് എഴുതിയ സുവിശേഷത്തിൽ 4 മുറയും യോവാൻ എഴുതിയ സുവിശേഷത്തിൽ 2 മുറയും എഴുതപ്പെട്ടിരിക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 4 പ്രാവശ്യമായും യോഹന്നാന്റെ സുവിശേഷത്തിൽ 2 തവണയായും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. Again, the reference to the kingdom of God is given in the book of Mark 4 times, Gospel of John 2 times. ஆனால் பழைய ஏற்பாட்டில் ദേവരാജ്യത്തെ കുറിച്ച് എങ്ങും ഒരു വചനവുമില്ല. എന്നാൽ പഴയ നിയമത്തിൽ ദൈവരാജ്യത്തെ കുറിച്ച് എവിടെയും ഒരു വാക്യവുമില്ല. But never in the pages of the Old Testament the reference to the kingdom of God is given. ദാനിയേൽ 2-ാം അധികാരം 44-ാം വചനത്തില്, 4-ാം അധികാരം 3-ാം വചനത്തില്, 4-ാം അധികാരം 27-ാം വചനത്തില്, ദാനിയേൽ 7-ാം അധികാരം 21-ാം വചനത്തിലെല്ലാം അഴിവില്ലാത്ത രാജ്യം എന്റെ ഒരു രാജ്യത്തെ കുറിച്ച് അവർ ചിന്തിക്കുക. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 44-ാം വാക്യം, 4-ാം അധ്യായം 3-ാം വാക്യം, 7-ാം വാക്യം, 7-ാം അധ്യായത്തിലൊക്കെയും ഒരു നശിക്കാത്ത രാജ്യത്തെ കുറിച്ച് അവിടെ പരാമർശിച്ചിരിക്കുന്നു. The book of Daniel chapter 2 verse 44, chapter 4 verse number 47 and so on, we come to understand a kingdom which is imperishable. அந்த ராஜ்யம் என்பது 1000 வருடம் அரசாட்சி என்று നമുക്ക് യാവർക്കും தெரியும். ആ രാജ്യം എന്നത് 1000 ആണ്ട് വാഴ്ച ഭരണകൂടമെന്ന് നമുക്കറിയാമല്ലോ. We all know that's a reference to a kingdom which is a millennial rule. ஆனால் பரிசுத்த பவுல் இந்த இடத்தில் சொல்லுகிற தேவராஜ்யம் என்பது 1000 வருடம் அரசாட்சியை வெளிப்படுத்துகிற രാജ്യം അല്ല. എന്നാൽ വിശുദ്ധ പൗലോസ് ഇവിടെ പരാമർശിക്കുന്ന ദൈവരാജ്യം അത് 1000 ആണ്ട് വാഴ്ചയല്ല കാണിക്കുന്നത്. But the kingdom mentioned here by Saint Paul is not a reference to the millennial kingdom. இந்த ராஜ்யத்தை குறித்து அவன் மிகவும் தைரியமாக പ്രസംഗിക്കാൻ എന്ന് നാം വാസിக்கிறோം. ഈ രാജ്യത്തെ കുറിച്ച് അവൻ വളരെ ധൈര്യത്തോടും പ്രാഗൽഭ്യത്തോടും പ്രസംഗിച്ചെന്ന് കാണുന്നു. We come to hear he went on preaching this kingdom of God with utmost confidence. இந்த ராஜ்யத்தை குறித்து இந்த നാൾകളിലും നാമും ധൈര്യமாக പ്രസംഗിക്ക വേണ്ടിയ ഒരു വിഷയം. ഈ രാജ്യത്തെ കുറിച്ച് ഈ കാലയളവിൽ നാമും വളരെ സധൈര്യം പ്രസ്താവിക്കേണ്ടതായ ഒരു കാര്യമാണ്. On our part to touching this kingdom of God, we have to make continuous preaching with utmost confidence. இந்த ராஜ்யத்தை குறித்து அவர் சாட்சியாக சொன்னதாக അപ്പോസ്തല നടപടികൾ 28-ാം അധികാരം 23-ാം വചനത്തിൽ വാസിக்கிறோം. അപ്പോസ്തല പ്രവൃത്തി 28-ന്റെ 23 വായിക്കുമ്പോൾ താൻ ഈ രാജ്യത്തെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതായും കാണാം. Coming to the book of Acts Apostles chapter 28 verse 23, we understand he testified of the same kingdom of God. മേലും അപ്പോസ്തല നടപടികൾ 19-ാം അധികാരം 8-ാം വചനത്തെ നാം വാസിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 8-ാം വാക്യത്തിലും വായിക്കുമ്പോൾ further when we come to the book of Acts Apostles chapter 19 verse number 8, இந்த ராஜ்யத்தை குறித்து 3 மாதம் அளவும் அவர் സംഭാഷിച്ചു വന്നதாக നാം വാസിக்கிறோം. ഈ രാജ്യത്തെ കുറിച്ച് 3 മാസത്തോളം താൻ പ്രസംഗിച്ച് സംസാരിച്ചതായി നാം കാണുന്നു. He went on preaching and discussing concerning this kingdom of God for a span of 3 months. இந்த ராஜ்யத்துக்காக நான் பாடுபடுகிறேன் என்று 1 தெசலோனிக்கர் 1-ാം അധികാരം 5-ാം വചനത്തിൽ, കൊലോസിയർ 4-ാം അധികാരം 11-ാം വചനത്തിലും വാസിക്കുന്നു. 1 തെസ്സലോനിക്കർ 1-5 കൊലോസ്യർ 4-13 വായിക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ കഷ്ടം സഹിക്കുന്നു എന്ന് താൻ പറഞ്ഞതായി കാണുന്നു. Coming to Colossians chapter 4 verse number 16, 1 Thessalonians chapter 1 verse number 5, he says that I'm striving for this kingdom of God. இந்த ராஜ்யத்தினுடைய மேன்மை என்ன? ഈ രാജ്യത്തിന്റെ ശ്രേഷ്ഠത എന്താണ്? What is the greatness of this kingdom of God? மேலும் எபிரேயர்
12-ാം അധികാരം 28-ാം വസനത്തെ നാം വാസിക്കുമ്പോഴത് എബ്രായർക്ക് എഴുതിയ ലേഖനം 12:28 നാം വായിക്കുമ്പോൾ, Again, when we come to the book of Hebrews, chapter 12, verse number 28, இந்த ராஜ்யமானது அசைவில்லாத ராஜ்யம் என்று அவர் சொன்னார். ഈ രാജ്യം ഒരു ഇളകാത്ത രാജ്യമെന്ന് താൻ അവിടെ പറയുന്നു. he outlines this is an unshakable kingdom. அருமையான தேவஜனமே, இந்த ராஜ்யமே நமது ராஜ்யம். പ്രിയ ദൈവജനമേ, ഈ രാജ്യമത്രേ നമ്മുടെ രാജ്യം. Beloved people of God, this is our own kingdom. இந்த ராஜ்யமே நமது நித்திய வாசஸ்தலம். ഈ രാജ്യമാണ് നമ്മുടെ നിത്യവാസസ്ഥലം. This kingdom is our eternal abode. இதுவே புதிய எருசலேமும் பரலோக சீயோனும். ഇതാകുന്നു പുതിയ യെരൂശലേം, സ്വർഗ്ഗ സിയോൻ. This is New Jerusalem and heavenly Zion. ഈ രാജ്യത്തെ കുറിച്ച് നാം പേസിക്കൊണ്ടേ இருக்க வேண்டும். ഈ രാജ്യത്തെ കുറിച്ച് നാം സംസാരിച്ചു കൊണ്ടേയിരിക്കണം. We should keep on preaching about this kingdom of God. இந்த രാജ്യത്തെ കുറിച്ച് ഒരുവരോട് ഒരുവർ നാം സംഭാഷിക്ക വേണ്ടിയത് അഭിഷേകം. ഈ രാജ്യത്തെ കുറിച്ച് നാം തമ്മിൽ സംസാരിക്കേണ്ടത് ആവശ്യമത്രേ. It is mandatory on our part to engage in conversation one to another regarding this kingdom of God. இந்த ராஜ்யத்துக்காக നാം ധൈര്യமாக നിൽക്ക വേണ്ടിയത് അഭിഷേകം. ഈ രാജ്യത്തിനായി നാം സധൈര്യം നിലകൊള്ളേണ്ടതുണ്ട്. For this kingdom we must stand uprightly. இந்த ராஜ்யத்தை குறித்து പരലോകത്തിൽ എങ്ങും എഴുതപ്പെടവില്ല. ഈ രാജ്യത്തെ കുറിച്ച് സ്വർഗ്ഗത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. Regarding this kingdom, nowhere in heaven the reference is mentioned. പഴയ ഏർപ്പാട്ടിൽ പരലോകം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ സ്വർഗ്ഗലോകം എന്ന് എഴുതിയിട്ടുണ്ട്. In the Old Testament books we find the reference heaven. നമ്മുടെ ഇടം അന്ത പരലോകമല്ല. നമുക്കുള്ള സ്ഥാനം ആ സ്വർഗം അല്ല. But our habitation is not that heaven. அந்த பரலோகத்தை பார்க்கிலும் மேன்மையான இடமும் மகிமையான இடமும் தேவனுடைய ராஜ்யமே நமது நித்திய வாசஸ்தலம். ആ സ്വർഗത്തെക്കാൾ ഉന്നതമായ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ രാജ്യമത്രേ നമ്മുടെ വാസസ്ഥലം. The kingdom of God, which is our dwelling place, that is far more glorious and more excellent than the heaven mentioned. பரலோகம் என்று சொல்லுவது പുതിയ വാനത്തെയും പുതിയ ഭൂമിയെയും വെളിപ്പെടുത്തുന്നു. സ്വർഗം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കാണിക്കുന്നു. Simply, the heaven speaks about the new heaven and the new earth. മത്തേയു 25-ാം അധികാരം 31-ാം വസനത്തെ നാം വാസിക്കുമ്പോഴത്, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യത്തിൽ, When we come to the gospel account of Matthew, chapter 25, verse 31st. அந்த இடமானது ஆயத்தம் பண்ணின இடம் என்று வாசிக்கிறோம். ആ സ്ഥലം ഒരുക്കപ്പെട്ടതായ ഒരു സ്ഥലമെന്ന് വായിക്കുന്നു. We read that the place has already been prepared. உலக தோற்றம் முதற்கொண்டு ஆயத்தம் பண்ணவர்களுக்காக இடத்தில் பிரவேசியுங்கள் என்று அந்த വലതു പക്കത്തിൽ ഉള്ളവരിടത്തിൽ சொல்றதாக നാം பார்க்கின்றோம். അവിടെ വായിക്കുമ്പോൾ ലോകസ്ഥാപനം മുൻപേ മുതൽ ഒരുക്കിയിരിക്കുന്നതായ രാജ്യത്തെ അവകാശമാക്കിക്കൊള്ളുവിനെന്ന് വലത്ത് ഭാഗത്തുള്ളവരോട് അരുളി ചെയ്യുന്നു. Standing at the people at the right side, the Lord says, Come and blessed be the Father. Inherit the kingdom prepared for you before the foundation of the world. അത് ആയത്തമാക്കപ്പെട്ടതാണ് ഒരു ഇടം. അത് ഒരുക്കപ്പെട്ടതായ ഒരു സ്ഥാനം. That is a place already prepared. இந்த தேவராஜ்യം இன்னும் ஆயத்தப்படவில்லை. എന്നാൽ നമ്മുടെ ദൈവരാജ്യം അത് ഇന്നുവരെയും ഒരുങ്ങിയിട്ടില്ല. But this kingdom of God has not been ready hitherto. യോവാൻ 14-ാം അധികാരം 2-ാം വസനത്തെ നാം വാസിക്കുമ്പോഴത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 2-ാം വാക്യത്തിൽ, When we come to John's Gospel, chapter 14, verse number 2. യേശുക്രിസ്തു இந்த ഭൂമിയിൽ இந்த രഹസ്യത്തെ ശിഷ്യർക്ക് വെളിപ്പെടുത്തിനാർ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഈ രഹസ്യം തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി. During the lifetime of Lord Jesus Christ in this world, he divulged this mystery to his disciples. ഞാൻ ഉങ്ങൾക്കാக ഒരിടത്തെ ആയത്തം பண்ண പോകുகிறேன். ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. I go to prepare a place for you. இன்னும் நான் ஆயத்தம் பண்ணவில்லை. ഞാൻ ഇതുവരെ അത് ഒരുക്കി തീർന്നിട്ടില്ല. Hitherto I have not prepared it. ആയത്തം பண்ணின ചില ഇടങ്ങൾ ഉണ്ട്. ഒരുക്കപ്പെട്ടതായ ചില സ്ഥലങ്ങളുണ്ട്. But there are certain places which have been അത് prepared. ഉങ്ങൾക്കല്ല. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. But they are not meant for you. ഉങ്ങൾക്കാக ഒരിടത്തെ ആയത്തം பண்ண പോകുகிறேன். നിങ്ങൾക്കായി ഞാൻ ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. But I go to prepare a particular place for you. அந்த இடத்தை நான் ஆயத்தம் பண்ணின பிறகு மறுபடியும் வருவேன். ആ സ്ഥലം ഒരുക്കിയാൽ ഞാൻ അതിന് വിശേഷമായി വീണ്ടും വരും. After prepare the place, I shall come again. அந்த ஒரு இடம் தான் புதிய எருசலேம் பரம சீயோன் என்றதான மேன்மையான இடம். ആ ഒരു സ്ഥലമാണ് പുതിയ യെരൂശലേം സ്വർഗ്ഗ സിയോൻ എന്നുള്ളതായ സ്ഥാനം. That one place is the most glorious place, New Jerusalem and heavenly Zion. கர்த்தருடைய ரகசிய வருகைக்கென்று நீ ஆயத்தப்பட வேண்டுமானால்
പുതിയ യെരൂശലേമെ കുറിച്ചും സിയോനെ കുറിച്ചും ശരിயான ഒരു വിളക്കം ഉനക്ക് തേവൈ. കർത്താവായ യേശുവിന്റെ രഹസ്യവരവിനായി നീ ഒരുങ്ങണമെങ്കിൽ പുതിയ യെരൂശലേമിനെ കുറിച്ച് സിയോനെ കുറിച്ച് ശരിയായ ഒരു അറിവ് ധാരണ നിനക്കുണ്ടായിരിക്കണം. In order to get prepared for the coming of Lord Jesus Christ, he must have a clear-cut understanding concerning New Jerusalem and Zion. അത് പഴയ സുവിശേഷങ്ങളിൽ വാസിക്കുമ്പോൾ ദേവനുடைய രാജ്യം என்றுം പരലോക രാജ്യമെന്നും ആണ്ടവർ சொன்னார். അത് സുവിശേഷത്തിൽ ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും കർത്താവ് പരാമർശിച്ചത്. That's why the Lord himself portrayed such kingdom as the kingdom of the Father and the heavenly kingdom. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to പഴയ God. പാട്ടിൽ எந்த இடத்திலும் தேவராஜ்யம் என்று எழுதப்படவில்லை. പഴയ നിയമത്തിൽ എവിടെയും ദൈവരാജ്യമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. Nowhere in the Old Testament the reference to the kingdom of God is found. അതിനുடைய അർത്ഥം என்ன? അതിന്റെ അർത്ഥം എന്താണ്? What is the meaning of പഴയ it? പാട്ടിലെ எந்த பரிசுத்தவானுக்கும் இந்த தேவராஜ்யத்தில் പ്രവേശിക്കലാകാതെ. ഒരു പഴയ നിയമ ഭക്തനും ഈ ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ല. None of the Old Testament saints can find access to this kingdom of God. ദേവനുക്ക് മഹിമയുണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പുതിയ ഏർപ്പാട്ട് കൃപയിൻ കാലത്തിലെ പരിശുദ്ധവാன்களாகிய നമുക്ക് தேவன் ஆயத்தம் பண்ணுகிற மேன்மையான இடமே இந்த தேவராஜ்யம். പുതിയ നിയമത്തിലെ കൃപായുഗ വിശുദ്ധന്മാരായ നമുക്ക് ദൈവം ഒരുക്കുന്ന ശ്രേഷ്ഠമായ സ്ഥാനമാണ് സ്വർഗത്തിലെ ദൈവരാജ്യം. This kingdom of God is a particular place that the Lord is preparing for us, the saints of the New Testament period. ഇതിൽ യോവാൻ സ്നാനകനും പ്രവേശിക്ക முடியாது. ഇവിടെ യോഹന്നാൻ സ്ഥാപകനും പ്രവേശിക്കുവാനാവില്ല. Even John the Baptist cannot find access to this kingdom. ഇതേ കുറിച്ച് യേശുക്രിസ്തു തെളിവാக அந்த സത്യത്തെ കൂറിനാർ. കർത്താവായ യേശു വളരെ സ്പഷ്ടമായി സത്യം വ്യക്തമാക്കി. In unambiguous terms, Lord Jesus Christ referred to this. മത്തേയു 11 അധികാരം 11 വചനത്തെ നാം വാസിക്കും പൊഴുത് മത്തായി സുവിശേഷം 11 അധ്യായം 11 വാക്യത്തിൽ When we come to Matthew's Gospel, chapter 11, verse number 11. സ്ത്രീകളിൽ പിറന്നവൻ യോവാനെ പാർക്കലും പെരിയവൻ ഒരുവനും എഴുമ്പിനതില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. Among them that are born of women, there hath none risen greater than John the Baptist. പരലോക രാജ്യത്തിൽ ചെറിയവനോ യോവാൻ സ്നാനകനെ പാർക്കലും പെരിയവൻ. എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാകുന്നു. Notwithstanding, he that is least in the kingdom of heaven is greater than John the Baptist himself. இந்த தேவராஜ்யம் என்பது புதிய எருசலேம் சீயோனை வெளிப்படுத்துகிறது. ഈ ദൈവരാജ്യം എന്നത് പുതിയ യെരൂശലേം സിയോനെ കാണിക്കുന്നു. This kingdom of God speaks about New Jerusalem and Zion. நான் உங்களுக்காக புதிய எருசலேம் சீயோனை ஆயத்தம் பண்ண போகிறேன். ഞാൻ നിങ്ങൾക്കായി പുതിയ യെരൂശലേം സിയോൻ ഒരുക്കുവാൻ പോകുന്നു. I go to prepare New Jerusalem and Zion only for you. ஆயத்தம் பண்ணின பிறகு நான் வருவேன். അതൊരുക്കിയ ശേഷമോ ഞാൻ വീണ്ടും വരും. After preparing it, I shall come again. ആയത്തപ്പെടുகிறவர்களுக்குള്ള இடம்தான் ஆயத்தப்படுத்துகிற இடம். ഒരുങ്ങുന്നവർക്കുള്ള സ്ഥലമാണ് ഒരുക്കപ്പെട്ടതായ സ്ഥലം. Those are getting prepared for them only. That prepared place is meant. நீ ஆயத்தப்பட்டால் ആയത്തപ്പെടുത്തുகிற ഇടത്തിൽ നീ പോയി ചേരലാം. നീ ഒരുങ്ങി കഴിഞ്ഞാലോ ആ ഒരുക്കപ്പെടുന്ന സ്ഥലത്തോ നിനക്ക് ചെന്നെത്താം. If you are ready, that place that is prepared, you can find and access to. ഞാൻ ഉങ്ങൾക്കാக ഒരിടത്തെ ആയത്തം பண்ண പോകുகிறேன். ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. I go to prepare a place for you. നീ ആയത്തപ്പെടുവായ? നീ അതിനായി ഒരുങ്ങുമോ? Will you be ready for it? നീ அதற்காக ஆயத்தப்படுவாய? നീ അതിനായിട്ട് ഒരുങ്ങുമോ? Will you get prepared for the same? அதோ இந்த உபதேசத்தை இந்த சத்தியத்தை பின்னாக எறிந்து போட்டு உன் காலாலே മെതിத்து போடுவாயா? അല്ല, ഈ ഉപദേശത്തെ ഈ സത്യത്തെ പുറകിലെറിഞ്ഞ് നിന്റെ കാലുകൊണ്ട് നീ ചവിട്ടി മെതിക്കുമോ? Or will you cast behind this doctrine, this truth, and trample upon your foot? தேவராஜ்யத்தை குறித்து தைரியமாக பரிசுத்த பவுல் பிரசங்கம் பண்ணினார். அதே போல அருமையான தேவஜனமே, இந்த ராஜ்யத்தை குறித்து நானும் நீங்களும் ധൈര്യமாக ജീവിക്ക വേണ്ടിയത് അഭിഷേകം. ദൈവരാജ്യത്തെ കുറിച്ച് വിശുദ്ധ പൗലോസ് സധൈര്യം പ്രസ്താവിച്ചതുപോലെ ഞാനും നിങ്ങളും അതിനെക്കുറിച്ച് സധൈര്യം നിലകൊള്ളേണ്ടത് ആവശ്യമായിരിക്കുന്നു. Beloved people of God, Saint Paul with utmost confidence went on preaching of the kingdom of God in such a fashion. We must also boldly think about this kingdom of God. இந்த ராஜ்யத்துக்கு விரோதமாக விழுந்த ஆவி வல்லமையாக கிரியை செய்கிற என்ற ஒரு விஷயம் നിങ്ങൾ മറക്കലാകാ. ഈ രാജ്യത്തിനെതിരായി വീണുപോയതായ ദുരാത്മാവ് അതിശക്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. You must not forget the fact that against this kingdom the fallen spirits are working in a powerful fashion.
ബ്ലാക്ക് മാസ് എന്നതാണ് സാത്താൻ പള്ളിക്കാർ ഇന്ന് നമ്മുടെ ദേശത്ത് വന്നു വിട്ടത്. നമ്മുടെ ദേശത്ത് സാത്താൻ പള്ളിക്കാർ കറുത്ത കുർബാനകളുമായി വന്നിട്ടുണ്ട്. Black mass, the Satan worshippers even have landed our land. കേരള കൗമുദിയുടെ ഈവനിംഗ് പേപ്പർ താൻ ഫ്ലാഷ് എന്നതാണ് ഒരു പേപ്പർ. കേരള കൗമുദിയുടെ സായാഹ്ന പത്രമാണല്ലോ ഫ്ലാഷ്. Flash is the even publication of daily Kerala Kaumudi. 2010 പോന വരുടത്തിലെ നവംബർ മാസം 7-ാം തീയതി സെക്കൻഡ് സാറ്റർഡേയിലുള്ള அந்த ഫ്ലാഷ് വാങ്ങി 14-ാം പക്കത്തെ പഠിച്ചു പാരുങ്ങൾ. 2010 നവംബർ 7 ശനിയാഴ്ചയിലെ ഫ്ലാഷിലെ 14-ാം പേജ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. Just go to that version of that particular paper, 2010 November 7th, page number 14. 14-ാം പക്കം കടേസി പേജ്. 14-ാമത്തെ പേജാണ് അതിന്റെ ഒടുവിലത്തെ പേജ്. The last column of that page. ഒരു പേജ് പൂരെ അവർ എഴുതിയിരിക്കാர்கள். ഒരു പേജ് മുഴുവനുമായി അവർ എഴുതിയിരിക്കുന്നു. A complete page is devoted to this theme. ചെകുത്താനാക സ്തോത്രമായി കറുത്ത കുർബാനകൾ. ചെകുത്താന് സ്തോത്രവുമായി കറുത്ത കുർബാനയുടെ രാത്രികൾ. Black mass for Satan, that is dark nights. രാത്രി 12 മണിയിലിരുന്ന് விடியற்காலம் 3 மணி வரைக்கும் அவர்கள் பிசாசுக்கு ஸ்தோத்திரம் செய்கிறார்கள். என்ன செய்கிறார்கள்? ஜீவிக்கிற தேவ பிள்ளைகளுக்கு விரோதமாக, சத்தியத்துக்காக, பரிசுத்தத்துக்காக, ஜெயத்துக்காக போராடுகிற பிள்ளைகளுக்கு விரோதமாக அந்த சாத்தானும் கூட்டரும் கிரியை செய்கிறார்கள். அருமையான தேவ ஜனமே, விழித்தெழும்புங்கள். അർദ്ധരാത്രി 12 മുതൽ പുലർച്ചെ 3 വരെ അവർ ജയകരമായി സത്യത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനത്തിനെതിരായി ചെകുത്താനെ സ്തോത്രം ചെയ്യുന്നു. ചെകുത്താനും കൂട്ടരും പ്രവർത്തിക്കുന്നു. പ്രിയ ദൈവജനമേ, നിങ്ങൾ ഉണരുവീൻ. Against the people of God who stand uprightly for the sake of truth, for the sake of doctrine, they want to lead a victorious life. Well, our people of God, the Satan worshippers undertake worship from midnight 12 o'clock to early morning 3 o'clock. Therefore, it is the high time we should keep awake. അവർ ചൈന മേഡാന ചില പൊരുക്കൾ കൊണ്ടുവന്നിരിക്കാറുണ്ട്. ചില ചൈനീസ് നിർമ്മിത പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നു. They have brought Satan China made products. ടീഷർട്ടുകൾ, T-shirts, ടാറ്റൂസ്, ഇനി പലവിധமான പൊരുക്കൾ, മറ്റു പല ചില സാധനങ്ങൾ. other such commodities. அந்த ടീഷർട്ടുകളിൽ ഒരു പടം இருக்கும். ആ ടീഷർട്ടുകളിൽ ഒരു ചിത്രം കണ്ടേക്കാം. The T-shirts you can find a picture. അതിൽ സാത്താന്റെ ഒരു മുദ്രയുണ്ട്. അതിൽ സാത്താന്റെ ഒരു മുദ്രയുണ്ട്. You can find the seal of the devil there. ടീഷർട്ടുക്ക് 50 രൂപ കൊടുക്ക വേണ്ടുമാനാൽ ഇതൊക്കെ വെറും 5 രൂപ കൊടുത്താൽ പോതും. ഒരു നല്ല ടീഷർട്ടിന് 50 രൂപയാകുമ്പോൾ ഇതിന് വെറും 5 രൂപയേ ഉള്ളൂ. The original price is 50 rupees. Simply you pay 5 rupees and buy one. നല്ല മെറ്റീരിയൽ, നല്ല മെറ്റീരിയലാണ്. It's a good product. അതേപോലെ കപ്പുകൾ, നല്ല കപ്പുകൾ, meanwhile cups നല്ല too, പ്ലേറ്റ്സുകൾ, നല്ല പ്ലേറ്റുകൾ, attractive നല്ല plates, കർട്ടനുകൾ, നല്ല കർട്ടനുകൾ, beautiful നല്ല curtains, ബെഡ്ഷീറ്റുകൾ, നല്ല ബെഡ്ഷീറ്റുകൾ, attractive bed sheets, വീട്ടിന് தேவையான പല പൊരുക്കൾ, ഇങ്ങനെ വീടിന് ആവശ്യമായ പല സാധനങ്ങൾ, plenty of utensils made for houses. അവர்கள் നിർമ്മിച്ച് അതിൽ സാത്താന്റെ മുദ്രയെ കുത്തിവിടുகிறார்கள். അതിൽ അത് നിർമ്മിച്ച് സാത്താൻ മുദ്ര പതിച്ചു വിടുന്നു. They manufacture, seal the seal of the devil and come to the market. പൊരുൾ അല്ലെങ്കിൽ ടീഷർട്ട് നീ വാങ്ങി ഭാവിക്കുമ്പോൾ, നീ ഈ ടീഷർട്ട് വാങ്ങി അണിയുമ്പോൾ, as you buy and put on this T-shirt, അവൻ സാത്താനുക്ക് സ്തുതി സ്തോത്രങ്ങൾ ഏറെടുക്കുന്ന വേളയിൽ அந்த ஆவியானது வந்து உன்னுடைய ஷர்ட்டில் இம்முദ്രയിൽ வந்து குடியிருந்து உன்னையும் ഉൻ കുടുംബത്തെയും അഴിച്ചുവിടും. അവർ ചെകുത്താന് സ്തോത്രം അർപ്പിക്കുന്നതായ സമയത്ത് ദുരാത്മാക്കൾ വന്ന് ഈ മുദ്രയിലിരുന്ന നിന്നെയും നിന്റെ കുടുംബത്തെയും നശിപ്പിക്കും. As these worshippers keep on praising and making worship unto the devil, there's an evil spirit that comes upon you, makes it onset upon you, that start to destroying you and your family. പഠിക്കുന്ന പിള്ളകളുടെ മനതാനത് அப்படியே മാറിവിടുகிறது. നന്നായി പഠിക്കുന്ന കുട്ടികളുടെ മനസ്സ് മാറിപ്പോകുന്നു. That is making havoc in the mind of the people who are not for study. കുടുംബത്തിൽ മനവയ്ക്കും പുരുഷനുക്കും ഇടയിൽ தேவையில்லாத ചില സമാധാന കേടുകൾ പ്രശ്നങ്ങൾ അതുവരെ സമാധാനത്തോടെ വാർത്തിരുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അനാവശ്യമായ സമാധാന രാഹിത്യം വരുന്നു. In the harmonious families, it has created a spirit of cessation between the husband and wife. ആരോഗ്യമായി ഇരിക്കുന്നവനക്ക് திடீரென்று പൊല്ലാത്ത വ്യാധികൾ, ഹാർട്ട് അറ്റാക്ക്, നെഞ്ചുവലി, മറ്റു വ്യാധികൾ വന്നു വിടുகிறது. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ചില രോഗങ്ങൾ, ഹൃദയാസ്തംഭനം, ഹൃദയാഘാതം വരുന്നു. A man who is hale and hearty suddenly he is afflicted with formidable sicknesses like heart attack and the like. സുഖത്തോടെ വണ്ടിയെ ഓട്ടി പോകുന്നവൻ கொஞ்ச നേരത്തുക്കുള്ള തൂക്കം വന്ന് ആക്സിഡന്റ്, വിപത്തുകൾ മാറിവിടുക. നല്ല ഉന്മേഷത്തോടെ വാഹനം ഓടിക്കുന്നവന് പെട്ടെന്ന് ഉറക്കം വന്ന് വാഹനം അപകടത്തിൽപ്പെടുന്നു. A man who is vigilantly running the vehicle, all of a sudden he feels drowsy
meets with an accident, alas, passes away. இவ்விதமாக பிசாசானவன் கிரியை செய்கிறான். ഇങ്ങനെയെല്ലാം പിശാച് പ്രവർത്തിക്കുന്നു. Thus the devil keeps on walking. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the Lord. இந்த கண்களின் இச்சைக்கும் ജീവനത്തിൻ പെരുമയ്ക്കും മാംസ ഇച്ഛയ്ക്കും നീ ഇടം കൊടാതെ. ആകയാൽ ഈ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയ്ക്ക് നീ ഇടം കൊടുക്കരുത്. Therefore do not give room to the lust of the flesh, lust of the eyes, and pride of life. அந்த செய்தித்தாளில் இன்னும் பல காரியங்கள் எழுதியிருக்கிறார்கள். ആ പത്രവാർത്തയിൽ മറ്റു പല കാര്യങ്ങൾ കൂടെ എഴുതിയിട്ടുണ്ട്. And that paper plenty of the news items have been added to. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the Lord. நல்ல பொருளானே சொல்லி உன்னுடைய கண்களின் இச்சைக்கு இன்பமான விதத்திலே இந்த பொருளை வாங்கி வீட்டுக்கு கொண்டு போகாதே. കണ്ണുകൾക്ക് കാണാൻ കൊള്ളാമെന്ന നിലയിൽ വശമായി തോന്നി ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകരുത്. It is very fascinating to the eyes. Do not be enchanted by the say, buy it and take it home. தேவராஜ்யத்துக்காக தைரியமாக போராடுங்கள். ദൈവരാജ്യത്തിനായി സധൈര്യം പോരാടുവി. With utmost confidence strive for the kingdom of God. தேவராஜ்யத்தை குறித்து ஒருவரோடு ஒருவர் பேசுங்கள். ദൈവരാജ്യത്തെ കുറിച്ച് അന്യോന്യം സംസാരിപ്പി. Converse one to another about the kingdom of God. சீயோனுக்கும் எருசலேமுக்குமாக தைரியமாக நாம் நிற்போமாக. സിയോന് വേണ്ടി, യെരൂശലേമിന് വേണ്ടി സധൈര്യം നമുക്ക് നിലകൊള്ളാം. We must make a steadfast one, Zion and Jerusalem. கர்த்தர் சீயோனை கட்டி யெகோவா மகிமையில் வெளிப்படுவார். യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാവുകയും ചെയ്യും. The Lord shall build up Zion and shall appear in his glory. சிலருக்கு சீயோனை குறித்து ஒரு வெளிப்படுத்தல் இல்லை. ചിലർക്ക് സിയോനെ കുറിച്ച് ഒരു വെളിപ്പാടില്ല. Some people do not have a vision சீயோன் concerning என்ற Zion. ஒரு பகுதி இல்லை என்று சொல்லுகிறார்கள். സിയോൻ എന്നൊരു സ്ഥലമേ ഇല്ലെന്നും പറയുന്നു. They contempt saying there's no place called Zion. நமது மத்தியில் ஒருவர் சீயோனை குறித்து நல்ல விதத்தில் தைரியமாக പ്രാഗൽഭ്യத்துடன் പ്രസംഗം பண்ணி வந்தார். നമ്മുടെ ഇടയിൽ ഒരു വ്യക്തി സിയോനെ കുറിച്ച് വളരെ ധൈര്യത്തോടും പ്രാഗൽഭ്യത്തോടും പ്രസംഗിച്ചു പോന്നു. There was one who was making preachings concerning Zion boldly and confidentially. பிசாசு அவனையும் விடவில்லை. പിശാച് തന്നെയും വെറുതെ വിട്ടില്ല. The devil did not let him அவன் go. விழுந்து போனான். അവൻ വീണുപോയി. He is victimized to the அதற்கு depth of the பிறகு devil. வந்து சொல்லுகிறான் சீயோன் என்ற ஒன்று இல்ல. പിന്നീട് വന്ന് പറയുന്നു സിയോൻ എന്നൊരു സ്ഥലമേ ഇല്ല. After the fall he comes and says there's no place called Zion. சீயோனே கட்டி தேவன் மகிமையில் வெளிப்பட போகிறார். യഹോവ സിയോനെ പണിത് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുവാൻ പോകുന്നു. The Lord is going to appear in his glory after building up Zion. சீயோனே அந்த தேவ ராஜ்யம். ആ സിയോൻ ആ ദൈവരാജ്യമത്രേ. That Zion is the kingdom of God. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the Lord. சீயோன் என்று சொன்னால் அர்த்தம் என்ன? സിയോൻ എന്നാൽ അർത്ഥം എന്താണ്? What is meant by Zion? 84 சங்கீதம் 7 வசனத்தை நாம் வாசிக்கும் பொழுது 84 സങ്കീർത്തനം 7 വാക്യം നാം വായിച്ചാൽ, Coming to Psalm 84 verse number 7. அவர் பலத்தின் மேல் பலன் அடைந்து சீயோனில் தேவ சமூகத்தில் போய் சேருவார்கள். അവർ മേൽക്കുമേൽ ബലം പ്രാപിച്ച് സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തും. They attain strength after strength, go to Zion, to the presence of God. பலன் அடைந்து சீயோனில் தேவ சமூகத்தில் தேவ சந்நிதியில் போய் சேருவார்கள். അവർ ബലം പ്രാപിച്ച് സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തും. They will attain strength, go to Zion, the presence of God. தேவனுடைய சமூகமே சீயோன். ദൈവ സന്നിധിയത്രേ സിയോൻ. Thus, the presence of God is Zion. தேவன் வாசமாயிருக்கிற இடமே சீயோன். ദൈവം വസിക്കുന്ന സ്ഥലമത്രേ സിയോൻ. The habitation of God is Zion. 48 சங்கீதம் 2 வசனத்தை நாம் வாசிக்கும் பொழுது 48 സങ്കീർത്തനം 2 വാക്യം വായിച്ചാൽ, Coming to second verse of Psalm 48. வடதிசையிலுள்ள சீயோன் பர்வதம் வடிப்பமான ஸ்தானமும் சர்வபூமியின் மகிழ்ச்சியுமாயிருக்கிறது. இதுவே മഹാരാജാവിൻ നഗരം. മഹാരാജാവിന്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. Beautiful for situation. The joy of the whole earth is Mount Zion on the sides of the north, the city of the great அந்த king. சீயோனிலிருந்து தேவன் பிரகாசிக்கிறார். ആ സിയോനിൽ നിന്ന് ആ ദൈവം പ്രകാശിക്കുന്നു. The Lord is shining from that அந்த Zion. சீயோனே தேவனுடைய வாசஸ்தலம். ആ സിയോനത്രേ ദൈവത്തിന്റെ വാസസ്ഥലം. That Zion itself is the habitation of God. യെശയ്യാ 28:16 വസനത്തിൻപടി യെശയ്യാപ്രവചനം 28:16 പ്രകാരം, According to Isaiah chapter 28 verse அந்த 16. பரம சீயோனில் இதோ தேவன் மூலக்கல்லாக மாற்றப்பட்டார். ആ സ്വർഗസിയോനിൽ നമ്മുടെ കർത്താവ് മൂലക്കല്ലായി മാറി. Behold, our Lord himself has become the cornerstone in that Zion. സിയോൻ എന്നൊരു ഇടം ഇരാവിട്ടാൽ അവർ ഏവിധமாக മൂലക്കല്ലാக മാറ്റപ്പെட முடியும். സിയോൻ എന്നൊരു സ്ഥലമില്ലെങ്കിൽ പിന്നെ എങ്ങനെ താൻ അവിടെ ഒരു മൂലക്കല്ലായി മാറും? If there's no place called Zion, how could he become the cornerstone? സിയോൻ എന്നൊരു ഇടം ഇടാവിട്ടാൽ
അവർ എവിധமாக തങ്ങളുടെ വാസസ്ഥലமாக അത് ഇച്ഛിക്ക കൂടും. സിയോനിന് സ്ഥലമില്ല എങ്കിൽ അതിനെ എങ്ങനെ തന്റെ വാസസ്ഥലമായി അവൻ ആഗ്രഹിക്കും? If there's no place called Zion, how could he desire that thing as a habitation? ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. Glory be to the Lord. പരലോകത്തിൽ ഒരു സിയോൻ ഉണ്ട്. സ്വർഗത്തിൽ ഒരു സിയോനുണ്ട്. In heaven, indeed, അതുവേ there's a Zion. നമ്മുടെ രാജ്യം. അതത്രേ നമ്മുടെ രാജ്യം. That is our own kingdom. ഇതുവേ പരലോക രാജ്യം. ഇത് സ്വർഗരാജ്യം. This is a heavenly kingdom. ഇതുവേ ദേവനുடைய രാജ്യം. ഇതത്രേ ദൈവരാജ്യം. This is the kingdom of God. இதற்காக நாம் தைரியமாக போராட வேண்டும். ഇതിനായി നാം സധൈര്യം പോരാടണം. We must fight tangibly for this kingdom. இந்த வெளிப்படுத்தல் இருந்தால் மட்டும்தான் நீ அந்த சியோனாக எருசலேமாக கர்த்தருடைய ரகசிய வருகைக்கென்று ஆயத்தப்பட முடியும். ഈ വെളിപ്പാടുണ്ടെങ്കിൽ നീ സിയോനായി യെരൂശലേമായി മാറി അവന്റെ രഹസ്യവരവിനായി ഒരുങ്ങുവാൻ സാധിക്കൂ. If you have this revelation only, you can prepare yourself as a Zion, as Jerusalem, and for the kingdom of God. இந்த സിയോനെ കുറിച്ചുള്ള ശരിயான വെളിപ്പെടുത്തൽ ഒരുവനുക്ക് இருந்தாൽ, ഈ സിയോനെ കുറിച്ച് ഉചിതമായ ഒരു വെളിപ്പാട് ഒരുവനുണ്ടെങ്കിൽ, If one wants a clear-cut revelation concerning this Zion, അവൻ വേർപെട്ട് ജീവിപ്പാൻ. അവൻ വേർപെട്ട് ജീവിക്കും. he'll observe a അവൻ separated life. ദേവനുക്കാக ജീവിപ്പാൻ. അവൻ ദൈവത്തിനായി ജീവിക്കും. He'll lead for life of the Lord. அந்த സിയോൻ என்றதான நம்பிக்கை அவனுக்குள்ள கிரியை செய்து கொண்டிருக்கும். അവനിൽ സിയോൻ എന്ന പ്രത്യാശ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. The home Zion shall be operating within him. அப்படிப்பட்ட സിയോനെ ഉരുവാക്ക வேண்டும் என்பது സഭയുടെ നോക്കം. ഈ വിധമായ സിയോനെ ഉരുവാക്കുക എന്നുള്ളതാണ് സഭയെ കുറിച്ചുള്ള ഉദ്ദേശം. The purpose of the church is to make such a Zion. அதற்காக பரிசுத்த பவுல் பிரசங்கம் செய்தார். അതിനായി വിശുദ്ധ പൗലോസ് പ്രസംഗിച്ചു. For the same cause, Saint Paul preached. வருகிறதான எல்லா ஜனங்களோடும் அவன் பேசினான். തന്റെ അടുക്കൽ വരുന്നവരോടെല്ലാം അവൻ സംസാരിച്ചു. He preached all the people who came unto him. കാരണം പഴയ ഏർപ്പാട്ട് പരിശുദ്ധവാന്കൾ ഒരുവർക്കും அந்த இடத்தில் போய் சேரலாகாது. കാരണം പഴയ നിയമ ഭക്തന്മാരാരും അവിടെ ചെന്നെത്തുകയില്ല. Because none of the Old Testament saints could find entrance to that kingdom. நேற்றைக்கு நாம் கேட்டது போல, നാം ഇന്നലെ കേട്ടതുപോലെ, As we had yesterday, சியோன் எருசலேம் என்று சொல்லும்போது மிகவும் சுருக்கம் பேர் மட்டும்தான். സിയോൻ യെരൂശലേം എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ ആളുകളെ അവിടെ ഉണ്ടാകൂ. Zion and Jerusalem, only very limited people would அது be பெரிய members. கூட்டம் ஒன்றுமல்ல. അതൊരു വലിയ കൂട്ടമേ അല്ല. It's not a mammoth multitude. சியோன் என்பது 1,44,000 பேர் மட்டும். സിയോൻ എന്ന് പറയുമ്പോൾ 1,44,000 പേരെ അവിടെയുള്ളൂ. Zion, only 1,44,000 people. சியோன் ஒரு எண்ணிக்கை. സിയോൻ എന്നതിന് ഒരു നിശ്ചിത സംഖ്യയുണ്ട്. Zion is a particular number. முதலாம் நூற்றாண்டில் இருந்து கர்த்தருடைய வருகை நாள் மட்டும் 1,44,000 பேரை தேவன் உருவாக்கின்றார். ഒന്നാം നൂറ്റാണ്ട് മുതൽ കർത്താവിന്റെ രഹസ്യ വരെയുള്ളതായ കാലയളവിൽ ദൈവം 1,44,000 പേരെ അതിനായി വാർത്തെടുക്കുന്നു. Since the first century till the coming of Lord Jesus Christ, the Lord has been molding that particular number of 1,44,000 people. புதிய எருசலேம் என்பது நாம் யாவரும் அறிந்தது போல அது ஒரு அளவு. പുതിയ യെരൂശലേം എന്നത് നാം എല്ലാവരും അറിയാവുന്നത് പോലെ ഒരു അളവാണ്. As it is known to all of us, New Jerusalem is a measurement. வெளிப்படுத்தல் 21 அதிகாரம் 16 வசனத்தை நாம் வாசிக்கும் பொழுது, വെളിപ്പാട് പുസ്തകം 21 അധ്യായം 16 വാക്യത്തിൽ, Coming to the book of Revelation, chapter 21, verse number புதிய 16, எருசலேமின் அளவை நாம் வாசிக்கின்றோம். അവിടെ പുതിയ യെരൂശലേമിന്റെ അളവ് കാണാം. we are able to understand the measurement of 12,000 Jerusalem. சாதி அளவு என்று வாசிக்கிறோம். 1200 നാഴിക എന്ന് കാണുന്നു. Weighed 12,000 furlongs. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the Lord. முழு உலகமும் சியோனாக புதிய எருசலேமாக மாற முடியாது. സർവ്വലോകവും സിയോനായി യെരൂശലേമായി മാറുവാനാവില്ല. The whole world cannot become Jerusalem and Zion. அந்த ചെറിയ ആട്ടിൻ കൂട്ടമേ ഭയപ്പെടാതെ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. Therefore, fear not, little flock. தேவராஜ்யம் உங்களுக்கு தரும்படி தேவன் பிரியமாயிருக்கிறார். ദൈവം ദൈവരാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. The Father is delighted to give you this kingdom of God. சியோன் எருசலேம் என்ற தேவராஜ்யம் സിയോൻ യെരൂശലേം എന്ന ദൈവരാജ്യം The kingdom of God which is Zion and உங்களுக்கு Jerusalem. தரும்படி தேவன் பிரியமாயிருக்கிறார். നിങ്ങൾക്ക് തരുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. God is pleased to grant you. இந்த காலத்தில் பிறந்த நாம் எவ்வளவும் சாக்கியம் பெற்றவர்கள். ഈ കാലയളവിൽ ജനിച്ച നാം എത്രയോ സൗഭാഗ്യവാന്മാർ. Really, we are privileged to have been born in this dispensation. இதற்கென்று தேவன் நம்மை அழைத்தார். ഇതിനായി ദൈവം നമ്മെ വിളിച്ചു. What for did the Lord call us? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the Lord. சியோன் எருசலேம் என்றதான நோக்கம்
அந்த திட்டம் இப்பொழுது தேவனுக்கு உண்டான திட்டம் அல்ல. സിയോൻ യെരൂശലേം എന്നുള്ളതായ പദ്ധതി ഉദ്ദേശം എന്നത് ദൈവത്തിൽ ഇപ്പോൾ ഉണ്ടായ ഒന്നല്ല. The plan and purpose regarding Jerusalem was not to inform the mind of God now. எல்லாவற்றையும் சிருஷ்டிக்கிறதுக்கு முன்னமே, സകലവും സൃഷ്ടിക്കും മുമ്പേ, Even before the creation of everything, பிதா குமாரன் பரிசுத்தாவி என்ற மூவர் காணப்பட்டார்கள். പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മൂവരുണ്ടായിരുന്നു. the Trinity, the Father, the Son, and the Holy Ghost had ஒரே been. ஒரு தேவன், தேவனில் மூன்று திருத்துவம், மூன்று ஆளத்துவம். ഒരേ ഒരു ദൈവം, ആ ദൈവത്തിൽ മൂന്ന് ആളത്വം. There's only one God, but the triunity, that is three personalities. എഫേസ്യർ 1-ാം അധികാരം 12-ാം വചനത്തെ നാം വാസിക്കുമ്പോൾ, എഫെസ്യലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം വായിച്ചാൽ, When we come to Ephesians chapter 1 verse number 12, அவருடைய ஆலோசனையின் நிர்ணயம் என்று வாசிக்கிறோம். തന്റെ ആലോചനയുടെ നിർണയം എന്ന് അവിടെ വായിക്കുന്നു. we understand it is a predestination of God. அங்கே ஒரு ஆலோசனையை பார்க்கின்றோம், ஆலோசனையில் ஒரு நிர்ணயத்தையும் பார்க்கின்றோம். അവിടെ ഒരു ആലോചനയും അതിലൊരു നിർണയം, തീരുമാനവും കാണുന്നു. We find a discussion then based on the resolution. என்ன ஆலோசனை? എന്തായിരുന്നു ആലോചന? What was that discussion? யார் யார் சேர்ந்து இந்த ஆலோசனை செய்தார்கள்? ആരൊക്കെ ചേർന്ന് കൂടി ആലോചന നടത്തി? Whoever were the members of that council. இந்த ஆலோசனை கூட்டம், ஆலோசனை சங்கம் எப்பொழுது உண்டானது? ഈ ആലോചന യോഗം, ഈ സംഘം എപ്പോൾ ഉണ്ടായി? When did this council come into existence? இந்த ஆலோசனை சங்கத்தில் நீ இருந்தாயோ? ഈ ആലോചന സംഘത്തിൽ നീ ഉണ്ടായിരുന്നുവോ? Had you been in the council of God? எங்களுடைய ஆலோசனையை நீ கேட்டாயோ? ഞങ്ങളുടെ ആലോചന നീ കേട്ടുവോ? Have you hearkened our own counsel? தேவனுக்கு மகிமை. ദൈവത്തിന് സ്തോത്രം. Glory be to the Lord. அநாதி காலத்தில், അനാദി കാലത്ത്, The former eternity, அதாவது അതായത് that is, ஆதியாகமம் 1-ாம் அதிகாரம் 1-ாம் வசனத்தை நாம் வாசிக்கும் பொழுது, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ when we വായിക്കുമ്പോൾ, come to the book of Genesis chapter 1 the first verse, ஆதியில் தேவன் வானத்தையும் பூமியையும் சிருஷ்டித்தார். ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. in the beginning God created heaven and earth. அந்த ஆதிக்கு முந்தி ஒரு அநாதி காணப்பட்டது. ആ ആദിക്ക് മുൻപേ ഒരു അനാദി കാലം ഉണ്ടായിരുന്നു. Before this beginning there had been an eternity. அந்த அநாதியில் அநாதி தேவன் காணப்பட்டார். ആ അനാദിയിൽ അനാദി ദൈവവും ഉണ്ടായിരുന്നു. In that eternity the everlasting God had been. அநாதி தேவனே உனக்கு அடைக்கலம். ആ അനാദി ദൈവം, പുരാതനനായ ദൈവം നിന്റെ സങ്കേതം. The eternal God is your refuge. அநாதி தேவனே உன்னை நடத்துவார். അനാദി ദൈവം തന്നെ നിന്നെ നടത്തും. The eternal God would lead you on. ஆதிக்கு முந்தி அநாதி, ആദിയിൽ മുമ്പുള്ള കാലമാണ് അനാദി. Before this beginning the eternity, பரலோகத்தை உருவாக்குறதுக்கு முன்னமே സ്വർഗം സ്ഥാപിതമാകും മുമ്പേ before forming heaven, அநாதி காணப்பட்டது. അനാദി ഉണ്ടായിരുന്നു. eternity had been there. அந்த அநாதியில் நமது தேவன் திருத்துவமாக ആ காணப்பட்டார். അനാദിയിൽ നമ്മുടെ ദൈവം തൃത്വമായിരുന്നു. In that eternity our God was triune in nature. அந்த திருத்துவ தேவன், ആ തൃത്വ ദൈവം, The triune God, அவர் ஆலோசனை செய்தார்கள். അവർ കൂടി ആലോചിച്ചു. he engaged in discussion. அந்த தேவனுடைய மனதுக்குள் ஒரு திட்டம் காணப்பட்டது. ആ ദൈവ മനസ്സിൽ ഒരു പദ്ധതിയുണ്ടായിരുന്നു. In the mind of God there had been a plan. நமக்கு வயசு, எனக்கு வயசு 60, എന്റെ വയസ്സ് 60, My age is 60. உங்களோட வயசு 60, 70, 80, 30 என்று சொல்லலாம். നിങ്ങളുടെ പ്രായം 30, 60 നിങ്ങൾ വിവിധ നിലയിൽ പറഞ്ഞേക്കാം. You may also come out with your respective ഈ ages. വയസ്സ് என்ன? ഈ പ്രായം എന്താണ്? What does the age speak about? இந்த பூமிக்கு வந்த காலம் தான். നിങ്ങൾ ഈ ഭൂമിയിൽ വന്ന കാലം മാത്രം. Since our arrival to this earth. நம்மட வயசு உங்களுக்கு தெரியுமா? നമ്മുടെ വയസ്സ് നിങ്ങൾക്ക് അറിയാമോ? You know what is your age? உண்ட வயசு தெரியுமா? നിന്റെ പ്രായം അറിയാമോ? You know what's your real age? எப்போது தேவன் உண்டோ அப்போது நீயும் காணப்படுகிறாய். ദൈവം എപ്പോൾ മുതലുണ്ടോ അപ്പോൾ മുതൽ നീയുമുണ്ട്. The time when God had been, you have been there. அத பரலோகம் இல்லையே. അപ്പോൾ സ്വർഗമില്ലല്ലോ. Then heaven was not அவர் there. எங்கோது காணப்பட்டு? അപ്പോൾ നാം എവിടെയുണ്ടായിരുന്നു? That being so, where were we? தேவனுடைய மனதில் நாம் காணப்பட்டோம். നാമോ ദൈവത്തിന്റെ മനസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു. We were in the mind of God. தேவனுடைய மனது நமது வாசஸ்தலம். ദൈവത്തിന്റെ മനസ്സത്രേ നമ്മുടെ പാർപ്പിടം. The mind of God was our abode. தேவனுடைய மனது அவருடைய வாசஸ்தலம் என்று எங்கே வாசிக்கிறோம்? ദൈവത്തിന്റെ മനസ്സ് നമ്മുടെ പാർപ്പിടം എന്ന് എവിടെ വായിക്കുന്നു? Where do we read? The mind of God is our habitation. 16-ാം சங்கீதம் 9-ாம் வசனத்தை நாம் வாசிக்கும் பொழுது 16-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ 9th verse of Psalm 16. அங்கே மகிமை என்று வாசிக்கிறோம். അവിടെ മഹത്വം എന്ന് വായിക്കുന്നു. Where we read the glory.
தேவனுடைய மகிமை. ദൈവത്തിന്റെ മഹത്വം, the glory of God. தேவனுடைய மகிமை என்பதுக்கு மலையாளம் பைபிளில் மனசு என்று எழுதப்பட்டிருக்கிறது. ആ മഹത്വം എന്നതിന് മലയാള ബൈബിളിൽ മനസ്സെന്നത്ര എഴുതിയിരിക്കുന്നത്. The Malayalam translation, the word glory is interpreted into the mind. தேவனுடைய மகிமையில் நாம் காணப்பட்டோம். നാം ദൈവത്തിന്റെ മഹത്വത്തിൽ ഉണ്ടായിരുന്നു. We were in the glory of God. கர்த்தர் சீயோனை கட்டி மகிமையில் வெளிப்படுவார். യഹോവ സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷനാകും. The Lord shall build up Zion and appear in his glory. கர்த்தர் சீயோனை கட்டி அவருடைய மனது வெளிப்பட போகிறது. യഹോവ സിയോനെ പണിയുമ്പോൾ അവന്റെ മനസ്സ് വെളിപ്പെടും. When the Lord builds Zion, his mind shall be manifested. மகிமைக்கு 5 அர்த்தங்கள் வேதத்தில் கொடுக்கப்பட்டிருக்கிறது. ബൈബിളിൽ മഹത്വത്തിന് 5 അർത്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. The Bible attributes 5 meanings to glory. வெளிச்சம், ഒന്നൊരു വെളിച്ചം, His context, light. இரண்டாவது தேவனுடைய மனது, രണ്ടാമത് ദൈവത്തിന്റെ മനസ്സ്, Secondly, the mind of God. இவ்வாறான பல அர்த்தங்கள் வேதத்தில் பார்க்கின்றோம். ഇങ്ങനെ വിവിധാർത്ഥങ്ങൾ കാണാം. There's diverse meanings and கர்த்தர் attributes. சீயோனை கட்டி യഹോവ സിയോനെ പണിത് The Lord shall build up Zion மகிமையில் வெளிப்படுவார். മഹത്വത്തിൽ പ്രത്യക്ഷനാകും. and shall appear in glory. ஒரு அர்த்தத்தில் ഒരർത്ഥത്തിൽ To some extent, மகிமையான வெளிச்சத்தில் வெளிப்படுவார். ഒരു തേജസ്സിന്റെ പ്രകാശത്തിൽ പ്രത്യക്ഷനാകും. he shall appear in the glorious light. இனியொரு அர்த்தத்தில் മറ്റൊരർത്ഥത്തിൽ In another sense, அவருடைய மகிமையான மனது வெளிப்படும். അവന്റെ മഹത്വമായ മനസ്സ് അവിടെ വെളിപ്പെടും. his glorious mind shall be revealed. அவருடைய மனது சந்தோஷிக்கும். അവന്റെ മനസ്സ് ആനന്ദിക്കും. His mind shall rejoice. அவருடைய மனதில் சந்தோஷம் உண்டாகும். അവന്റെ മനസ്സിൽ സന്തോഷമുണ്ടാകും. There shall be joy in his mind. அதனால தான் எபேசியர் 1:5 நாம் படிக்கும் போது എഫെസ്യ ലേഖനം 1:5 നാം വായിക്കുമ്പോൾ If we come into Ephesians chapter 1 verse number 5, கிருபையின் மகிமையின் புகழ்ச்சிக்காக തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി according to the riches of his glory. 3 പദങ്ങൾ. 3 പദം. 3 terms. கிருபையின் 1, ഒന്ന് കൃപയുടെ, 1 grace, மகிமையின் 2, രണ്ടാമതായി മഹത്വത്തിന്റെ, second glory, மூன்றாவது புகழ்ச்சி. മൂന്നാമതായി പുകഴ്ച. third one praise. மகிமையின் புகழ்ச்சி, മഹത്വത്തിന്റെ പുകഴ്ച. The praise of his glory. அதான மகிமையின் புகழ்ச்சி. അതെന്താണ് മഹത്വത്തിന്റെ പുകഴ്ച? What is this praise of என் glory? மனதில் ஒரு திட்டம் உண்டு. എന്റെ മനസ്സിൽ ഒരു പദ്ധതിയുണ്ട്. I got a plan in my mind. அது நிறைவேறும் போது അത് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ As it is எனக்கு ஒரு realized, சந்தோஷம். എനിക്കൊരു സന്തോഷം. I am joyful. നമ്മുടെ വിശ്വാസികൾ വീട് കെട്ടി ചിലർ വിശ്വാസികൾ വീട് പണിത് Some believers construct houses. ഡെഡിക്കേഷൻ നടത്തുகிற വേളയിൽ ആ വീട് പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് The time of dedication, அவர் சாட்சி சொல்லுவார். അവർ സാക്ഷ്യം they പറയാറുണ്ട്. would testify. சந்தோஷத்துடனும் அழுதும் அவர் சாட்சி சொல்லுவார். അവർ ആനന്ദ കണ്ണീരോടെ സാക്ഷ്യം പറയും. With the joy and tears, they would testify. என்ன சாட்சி? എന്തായിരിക്കും അത്? What is the testimony? இப்படிப்பட்ட ஒரு வீடு 20 வருடத்துக்கு முன்னமே நான் பிளான் போட்டேன். എങ്ങനെ ഒരു വീട് പണിയണമെന്ന് 20 കൊല്ലം മുമ്പേ ഞാൻ പദ്ധതി ഒരുക്കി. I planned for such a building 2 decades ago. அதற்காக பிரயாசப்பட்டேன். അതിനായി പരിശ്രമിച്ചു. I was endeavoring for the same. படிப்படியாக நான் செய்தேன். ഘട്ടം ഘട്ടമായി ചെയ്തു. Step after step, I இப்போது constructed. நிறைவேறிவிட்டது. ഇപ്പോൾ അത് സാക്ഷാത്കരിക്കപ്പെട്ടു. Now it is அதில் accomplished. அவருக்கு ஒரு சந்தோஷம். അതിലൊരു സന്തോഷം. They are really joyful in it. அவங்களெல்லாம் கூப்பிட்டு சாப்பாடு போடுறாங்க. അതാണ് നിങ്ങളെ വിളിച്ച് വിരുന്ന് നൽകുന്നത്. That's you are invited, given a nice feast. அந்த சாப்பாடுக்கு காசொന്നും கொடுக்க ആ வேண்டாம். വിരുന്നിന് ഭക്ഷണം കൊടുക്കേണ്ട. You need to offer donation. நல்லா சாப்பிடலாம். നന്നായി കഴിക്കാം. You can have அது plenty. அவரோட சந்தோஷம். അത് തന്റെ സന്തോഷം. That's all because of the விருந்து joy. எதுக்காக செய்கிறாங்க? ആ വിരുന്ന് കഴിക്കുന്നത് എന്തിന്? When they conduct such a feast, சந்தோஷம் உண்டாக விருந்து செய்கிறார்கள். ആ സന്തോഷം പങ്കുവയ്ക്കുവാൻ വിരുന്ന് കഴിക്കുന്നു. not to share the joy, they conduct the feast. ஆ வீடு அவருடைய சந்தோஷம். ആ വീട് തന്റെ ആനന്ദം. That house speaks about his mouth. அது ஆ விருந்து வெளிப்படுத்துகிறது. അതാണ് ആ വിരുന്ന് സൂചിപ്പിക്കുന്നത്. That is what the banquet இதே speaks போல about. பிதாவினுடைய மனதில் ஒரு திட்டம் காணப்பட்டது. ഇതുപോലെ പിതാവിന്റെ തിരുമനസ്സിൽ ഒരു പദ്ധതി The ഉണ്ടായിരുന്നു. same way, in the mind of God, there was a plan. திட்டம். ആ പദ്ധതി എന്താണ്? What is that plan? மனுஷனை உண்டாக்குவோமாக. മനുഷ്യനെ നിർമ്മിക്കാം. Let's make man. அந்த மனுஷன் மூலமாக ആ മനുഷ്യൻ മുഖാന്തരം Through that man, அவன் பெற்று பெருகி பெருகி അവൻ സന്താനവൃത്തിയുള്ളവനായി he was beget and multiply. இனி ஒரு மனுஷன் உருவாக்கப்பட வேண்டும். ഇനിയും മനുഷ്യൻ ഉരുവാകണം. Another man must be made. அத
ഭക്തിയുള്ള സന്തതി, ഒരു ഭക്തിയുള്ള സന്തതി, a godly seed, പരിശുദ്ധ സന്തതി, ഒരു വിശുദ്ധ സന്തതി, a holy seed, ജയാളി, ഒരു ജേതാവ്, a victor, മഹിമയുള്ള സഭ, ഒരു തേജസ്സുള്ള സഭ, a glorious church. വേദത്തിൽ വാസിக்கிறோம். ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ബൈബിളിൽ കാണാം. These terms are given in the അതിനാണ് Bible. മൽക്കിയ 2:15 നാം വാസിക്കുമ്പോഴത് മലാക്കി 2:15 വായിക്കുമ്പോൾ, When we come to Malachi chapter 2 verse 15, എന്റെ വസനം മലയാളം ബൈബിളിൽ തെളിവല്ലേ, മലയാള ബൈബിളിൽ ശരിയാകയില്ല. അത്രത്തോളം വ്യക്തമായിട്ടല്ല. Malayalam translation is not clear. തമിഴിൽ വാസിക്കുമ്പോഴത് തമിഴിൽ വായിക്കുമ്പോൾ, In Tamil, അവർ ഒരുവനെയല്ലവാ പടൈത്താർ, ദൈവം ഒരുവനെയല്ലോ സൃഷ്ടിച്ചത്, didn't God make one? അവരിൽ ആവി പരിപൂർണமாக കാണപ്പെട്ടത്, അവനിൽ ആത്മാവ് സമ്പൂർണമായിട്ടുണ്ടായിരുന്നു. But the Spirit was പിന്നെ residual. ഏൻ ഒരുവനെ പടൈത്താർ, അവൻ പിന്നെ എന്തിനൊരുവനെ സൃഷ്ടിച്ചു? That is only to create one. ഭക്തിയുള്ള സന്തതി പെറുമ്പടി താനെ. ഭക്തിയുള്ള ഒരു സന്തതിയെ You ജനിപ്പിക്കുവാനായിട്ടല്ലയോ? got to beget a godly seed. തമിഴിൽ വാസിங்க. തമിഴിൽ വായിക്കാം. அவர் ஒருவனே அல்லவா படைத்தார், ഒരുവനെയല്ലവാ പടൈത്താർ, ஆவி அவரிடத்தில் பரிபூர்ணமாயிருந்தது, ആവി അവരിടത്തിൽ പരിപൂർണമായിരുന്നത്, பின்ன ஏன் ஒருவனை படைத்தார், പിന്നെ ഏൻ ഒരുവനെ പടൈത്താൻ, தேவ பக்தியுள்ள சன்னதியை பெரும்படித்தானே. ദേവഭക്തിയുള്ള സന്തതി പെറുമ്പടി താനെ. ദൈവഭക്തിയുള്ള സന്തതി ജനിപ്പിക്കുവാനായിട്ടല്ലേ? You have to find the godly seed. മലയാളം ബൈബിളിൽ പഠിച്ച് പാരുങ്ക. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്ത് ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. വെളിപ്പെടുത്തലാക ചൊല്ലി കൊണ്ടുവരലാം. ഒരു വെളിപ്പാടായിട്ടൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കാം. We can interpret this. ആംഗ്ല ബൈബിളിലും ശരിതാ പഠിங்க. In English also it's given specifically. And did not he make one, yet had he the residue of the Spirit, and wherefore one, that he might seek a godly seed. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be അവൻ to the Lord. ഒരുവനെയല്ലവാ പടൈത്താൻ. ദൈവം ഒരുവനെയല്ലോ സൃഷ്ടിച്ചത്. Didn't God make one? ദൂതരകളെ കോടി കോടി കോടിയാക പടൈത്താൻ. ദൂതന്മാരെ കോടാനുകോടിയായി സൃഷ്ടിച്ചു. Millions made him. Millions of angels were made. അതേപോലെ കോടി 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 കോടിയാക മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കലാമേ. അതുപോലെ മനുഷ്യനെ കോടാനുകോടിയായി The സൃഷ്ടിക്കാമായിരുന്നല്ലോ. same way, man could have been also made millions and millions. ഒരു കൂട്ടം പോണ പോകട്ടും, ഒരുത്തൻ തെറ്റുപോയാൽ പോകട്ടെ, If one could fall away, no matter. മീതിയാവതും ഇരുപ്പാങ്കളെ. ശേഷിക്കുന്നവരെങ്കിലും നന്നായിരിക്കുമല്ലോ. At least the remaining would be ദേവൻ there. ജ്ഞാനമുള്ള ദേവൻ. ദൈവമോ ജ്ഞാനമുള്ളവൻ. God is a wise God. എന്നുடைய മഹാസംഘത്തെ നീ പാർത്തായോ? എന്റെ ആ മഹാസംഘത്തെ നീ കണ്ടുപോ. Have you seen my mighty council? പരലോകത്തിലെ മന്ത്രിസഭയിൽ നീ ഇരുന്നിരിക്കായ. നീ ദൈവത്തിന്റെ മന്ത്രിസഭയിൽ കൂടിയിട്ടുണ്ടോ? Have been in the council in the kingdom of God. ജ്ഞാനം എங்கே ഇരുന്ന് വെളിപ്പെടുகிறது? ജ്ഞാനം ഉത്ഭവിക്കുന്നത് എവിടെ? For where does wisdom originate? ജ്ഞാനം ഭൂമിയിലിരുന്ന് മനുഷ്യനെ കൂപ്പിടുகிறது. ജ്ഞാനം ഭൂമിയിൽ നിന്ന് മനുഷ്യനെ വിളിക്കുന്നു. Wisdom calls from the earth to man. அந்த ஞானியானவனே நமது தேவன். ആ ജ്ഞാനമായവനെത്രോ നമ്മുടെ ദൈവം. For God is that wise man. ഒരുവനെ പടൈത്താൻ. ഒരുവനെ സൃഷ്ടിച്ചു. He made one. ആദാമെ പടൈത്താൻ. ഒരു ആദാമിനെ സൃഷ്ടിച്ചു. He made one Adam. பெற்று பெருக சொன்னார். അവനെ വർദ്ധിച്ചു പെരുകുവാൻ He asked പറഞ്ഞു. him, go and ഭൂമിയെല്ലാം multiply. നിറപ്പ சொன்னார். ഭൂമിയെ നിറയ്ക്കുവാൻ പറഞ്ഞു. He asked him to fill up the earth. ഒരു കുളന്തയല്ല, രണ്ടല്ല, 100 10 എത്ര വേണേലും പെറ്റ് പെരുകലാം. ഒന്നും രണ്ടും കുട്ടികളല്ല, 10 100 എത്ര വേണമെങ്കിലും ആകട്ടെ. Not one or two, hundreds you can have. தேவனுக்கு மகிமை. Praise be to the Lord. அதிலிருந்து ஒரு பரிசுத்த சந்ததி உருவாக்கப்பட வேண்டும். അതിലൂടെ ഒരു വിശുദ്ധ സന്തതി സംജാതമാകണം. From thence a holy seed should be formed. அந்த பரிசுத்த சந்ததி, ആ വിശുദ്ധ സന്തതി, That holy seed, பக்தியுள்ள சந்ததி, ഭക്തിയുള്ള സന്തതി. the godly seed. பக்தியுள்ள சந்ததி சொன்னால் அர்த்தம் என்ன? ഈ ഭക്തിയുള്ള സന്തതി എന്നാൽ അർത്ഥം എന്താണ്? What's meant by this godly seed? 7 விளக்கம் உண்டு. 7 വിശദീകരണങ്ങൾ. It has got 7 ஒரு interpretations. விளக்கத்தை சொல்லுகிறேன். ഒരു വിശദീകരണം I പറയാം. would like to give one. பக்தியுள்ள சந்ததி. ഭക്തിയുള്ള സന്തതി. Godly seed. ഞാനും നീங்களுം ഭക്തിയുള്ളവരാக മാറ്റപ്പെட வேண்டும். ഞാനും നിങ്ങളും ഭക്തിയുള്ളവരാകണം. We must become godly. பக்தி என்ன? എന്താണ് ആ ഭക്തി? What is this godliness? യാക്കോബ് 1:27 നാം വാസിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനം 1:27 James chapter 1 verse 27. உலகத்தாലുള്ള கரபடாது படிக்கு തന്നെ കാത്തുകൊള്ളുവതുമേ ദേവനുക്ക് മുൻപാക മാസില്ലാത്ത ശുദ്ധமான ഭക്തിயாக കാണപ്പെടുகிறது. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നത് ദൈവം മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി. The pure religion and defiled before God is that you are keeping away from the pollutions of the world. ഉലകത്താലുള്ള കറപടാതെ പഠിക്ക് ലോകത്താലുള്ള കളങ്കമേൽക്കാതെ Do not get spotted from the world. താനെ കാത്തുകൊള്ള வேண்டும். തന്നെ തന്നെ സൂക്ഷിക്കണം. We have to preserve ourselves.
அதுவே தேவனுக்கு முன்பாக மாசில்லாத சுத்தமான பக்தியாக காணப்படுகிறது. അതത്രേ ദൈവം മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി. That's a pure religion which is undefiled before the Lord. அப்படிப்பட்ட சந்ததி உருவாகும்படிக்கு அநாதி காலத்தில் தேவன் அவர் ஒரு ஆலோசனை செய்தார். ഈ വിധ സന്തതി ഉരുവാകുവാൻ ദൈവം അനാദികാലത്ത് ഒരു ആലോചന നടത്തി. For the culmination of such a holy seed, God made a discretion in it for eternity. அதுக்கு ஒரு நிர்ணயம் உண்டாയി. അതിൽ ഒരു നിർണയം ഉരുത്തിരിഞ്ഞു. It had destination in it. ஆலோசனை சேர்ந்து டிஸ்கஷன் பண்ணி അതിൽ ഒരു ഡിസിഷൻ എടുക്കുമേ. നാം ഒരു ചർച്ചാ സംവാദം നടത്തി ഒരു തീരുമാനത്തിൽ എത്തുമല്ലോ. We discuss and after which we arrive at a decision. അതാ ഒരു നിർണയം. ഒരു നിർണയം. That's a resolution. അതിനാലത് റോമർ 8:28 നാം വാസിക്കും പൊഴുത് റോമാലേഖനം 8:28 നാം വായിക്കുമ്പോൾ According to Romans chapter 8 verse 28, അവരുടെ നിർണയത്തിൻപടി അழைക്കപ്പെട്ടവർകൾ, ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ, those are called according to the predestination of God. അവർക്ക് അവൻ എല്ലാം നന്മയ്ക്കാக செய்கிறார். അവർക്ക് ദൈവ സകലവും നന്മയ്ക്കായി ചെയ്യുന്നു. God is okay everything for the good. നിർണയത്തിൻപടി അழைക്കപ്പെട്ടവർകൾ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ, Those are called according to the destination of God. ലോകത്തിൻപടി നിർണയത്തിൻപടി അழைക്കപ്പെട്ടവരെ നാം യാവരും. അനാദി ഉദ്ദേശ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെത്രേ നാം We എല്ലാവരും. are called according to predestination in the former eternity of God. ഏതോ ഒരു ക്രിസ്ത്യനാക ജീവിക്കുന്നതുക്കാக ദേവൻ നമ്മെ അழைക്കവില്ല. വെറും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ മാത്രം ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ നാം. God has not called us to be simply Christians. ഏതോ ഒരു ജീവിയം ചെയ്യുമ്പടി ദേവൻ നമ്മെ അழைക്കവില്ല. എങ്ങനെയെങ്കിലും ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. God hasn't called us not to extend an ordinary life. இந்த ഭക്തിയുള്ള സന്തതിയാക നീ മാറ്റപ്പെട வேண்டும். നീ ഈ ഭക്തിയുള്ള സന്തതിയായി പരിണമിക്കണം. We must be transformed to be this holy seed. இந்த ഭക്തിയുള്ള സന്തതി താൻ പരലോക രാജ്യത്തിലെ ദേവരാജ്യത്തിലെ നിത്യ രാജ്യത്തിലെ അവരോട് കൂടെ ആളുക ചെയ്യുന്ന ദേവജനങ്ങൾ. ഈ ഭക്തിയുള്ള സന്തതിയാണ് ദൈവരാജ്യത്തിൽ അഥവാ സ്വർഗരാജ്യത്തിൽ അഥവാ നിത്യരാജ്യത്തിൽ അവനോടുകൂടി ഭരണം നടത്തുന്നതായ വിശുദ്ധന്മാർ. This godly seed is the band of the saints of God who shall be reigning with the Lord in the eternity, everlasting kingdom, the kingdom of God. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. അതിനാൽ നാമേ പരലോക രാജ്യത്തിലെ ആളുക ചെയ്യുന്ന ദേവജനങ്ങൾ. ആകയാൽ നാം അത്രേ സ്വർഗരാജ്യ ഭരണം നടത്തുന്ന ദൈവജനം. Therefore we are the band of the people of God reigning in the kingdom of God with God. அப்படிப்பட்ட நாம் எந்த நிலைமையில் ஜீவிக்க வேண்டும்? അങ്ങനെയുള്ളവരായി നാം ജീവിക്കേണ്ടത് ഏത് നിലയിലാണ്? Therefore we who are so, what kind of life we have to extend? നാം മനം തിരുമ്പിയാച്ച്, നാം മാനസാന്തരപ്പെട്ട് കഴിഞ്ഞു. True, we have repented. ജ്ഞാനസ്നാനം എടുത്തായി, നാം ജലസ്നാനവും സ്വീകരിച്ചു. True, we obeyed water மனம் baptism. திரும்பாவிட்ட தேவராஜ்யத்தில் பிரவேசிக்க முடியாது என்று யோவான் 3:3 നാം വാസിக்கிறோം. യോഹന്നാൻ 3:3 കാണുമ്പോൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ മാനസാന്തരം അത്യാവശ്യം. John's chapter 3 verse 3 we read, unless you repent, you cannot enter the kingdom of God. யாராவது மனம் திரும்பாமல் பாவத்தை விட்டு விடாமல் பாப வாழ்க்கையில் செய்கிற தேவ பிள்ளைகள் தேவ சத்தத்தை கேட்பீர்களானால் இப்பொழுது அந்த பாவத்தை விட்டு விலகி இயேசுவின் பக்கமாக வரும்படி மிகவும் தாழ்மையுடன் நாங்கள் உங்களை வேண்டிக் കൊള്ളുகிறோം. മാനസാന്തരപ്പെടാതെ പാപജീവിതത്തെ ഉപേക്ഷിക്കാതെ പാപത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അതെല്ലാം വിട്ടുകളഞ്ഞ ദൈവത്തിങ്കലേക്ക് മനം തിരിയണമെന്ന വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. If anybody who is listening to voice, so far if you haven't regretted, repented, left your sinful ways, come to this yoke of salvation, and we humbly request you to eschew the sinful ways, come into this path of Jesus Christ. യേശു ഇത് അழைக்கின்றார். ഇതാ യേശു വിളിക്കുന്നു. Behold, Jesus calls you. യെശയ്യാ 45:22 നാം വാസിക്കും പൊഴുത് യെശയ്യാപ്രവചനം 45:22 വായിക്കുമ്പോൾ Isaiah 45 verse 22. ഭൂമിயின் എല്ലെങ്കുമുള്ളവരെ എന്നെ നോക്കി പാരുங்கள். സകല ഭൂസീമാവാസികളുമേ എങ്കലേക്ക് തിരിയുവിൻ. Look unto me, all that are even in the ends of the earth. அப்பொழுது நீங்கள் രക്ഷിക്കപ്പെടുவீர்கள். അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. Then ye shall be saved. நானே தேவன் வேற ஒருவனும் இல்லை. ഞാൻ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ലല്ലോ. I am the Lord, and there is none else. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the Lord. தேவராஜ்யமான புதிய எருசலேம் சியோனாக மாறும்படிக்கு தேவன் உன்னை அழைக்கின்றார். ദൈവരാജ്യമായ പുതിയ യെരൂശലേം സിയോനായി തീരുവാൻ ഇതാ ദൈവം നിന്നെ വിളിക്കുന്നു. The Lord is beckoning you in not to be New Jerusalem and Zion, which is the kingdom of God. பூமியின் எல்லையெங்குமுள்ளவരെ എന്നെ നോക്കി പാരുங்கள். സകല ഭൂസീമാവാസികളുമേ എങ്കലേക്ക് തിരിഞ്ഞ് എന്നെ നോക്കുവിൻ. All that are even up to the ends of the world, turn into me.
ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. Glory be അപ്പോഴേ to the Lord. രക്ഷിക്കപ്പെടുവീர்கள். ഞാനേ ദേവൻ, വേറെ ഒരുവനുമില്ല. അപ്പോൾ രക്ഷിക്കപ്പെടും, ഞാൻ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ലല്ലോ. Then he shall be saved, for I am the Lord, there is none else. வாழ்க்கையில் முன்னேற்றமில்லாமல், கை பிரயாசங்கள் ஆசீர்வதிக்கப்படாமல் நீங்கள் காணப்படுவீர்களானால் அந்த இயேசுவே தேவராஜ்யத்தை நோக்கி பாருங்கள். ജീവിത പുരോഗതി കൈവരിക്കുവാനാവാതെ കൈകളുടെ അധ്വാന ഫലം അനുഗ്രഹിക്കപ്പെടാതെ നിങ്ങൾ വലയുന്നുവെങ്കിൽ ആ യേശു എന്ന ദൈവത്തിങ്കിലേക്ക് നോക്കുവീൻ. If you're not able to find any growth in your life, if all the handworks of if you're about to, look at that Jesus. முதலாவது தேவனுடைய ராஜ்யமும் നീതിയും തേടുங்கள். മുൻപേ ദൈവരാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ. First, seek ye the kingdom of God and his righteousness. அப்பொழுது இவைகளெல்லாம் கூட கிடைக்கும். അപ്പോൾ അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. Then all these things shall be added unto you. தேவராஜ்யத்தை தேடுங்கள். ദൈവരാജ്യം അന്വേഷിപ്പീൻ. Seek the kingdom of God. യെരൂശലേം സിയോനെ தேடுங்கள். പുതിയ യെരൂശലേം സിയോൻ അന്വേഷിക്കുവിൻ. Seek New Jerusalem and Zion. தேவராஜ்யம் என்று சொல்லும்போது ദൈവരാജ്യം എന്ന് പറയുമ്പോൾ The kingdom of God is. முதலாவது இயேசு கிறிஸ்து தேவனுடைய ராஜ்யம். ഒന്നാമത് യേശു തന്നെ ദൈവരാജ്യം. The first context, Lord Jesus Christ himself is the இரண்டாவது kingdom of இயேசுவின் God. வல்லமை தேவராஜ்யம். രണ്ടാമത് യേശുവിന്റെ ശക്തി ദൈവരാജ്യം. Secondly, the power of Jesus is the kingdom of மூன்றாவது God. அபிஷேகம் தேவராஜ்யம். മൂന്നാമത് അഭിഷേകം ദൈവരാജ്യം. Thirdly, anointing is the kingdom of God. நாலாவது தேவனுடைய மகிமையுள்ள சபையே அவருடைய ராஜ்யம். നാലാമത് ദൈവത്തിന്റെ തേജസ്സുള്ള സഭ തന്റെ രാജ്യമത്രേ. Fourthly, the glorious church of God is his own kingdom. ஐந்தாவது நித்திய ராஜ்யம் அவருடைய ராஜ்யம். അഞ്ചാമതായി അവന്റെ രാജ്യം എന്നത് ഒരു നിത്യരാജ്യം. Fifthly, the kingdom of God is the eternal தேவராஜ்யத்தை kingdom. தேடுங்கள். ദൈവരാജ്യം അന്വേഷിപ്പീൻ. Seek the kingdom of God. இயேசு என்ற தேவராஜ்யத்தை தேடுங்கள். യേശുവാകുന്ന ദൈവരാജ്യം അന്വേഷിപ്പീൻ. Seek the kingdom of God, which is Jesus Christ. அவருடைய வல்லமையான ராஜ்யத்தை தேடுங்கள். അവന്റെ ശക്തിയായ രാജ്യത്തെ അന്വേഷിക്കുവിൻ. Seek the kingdom of God, which is the power of Christ. ஒருவேளை நீ கையின் பிரயாசத்தில் ஆசீர்வதிக்கப்படாமல் கடன் தொல்லையிலும் மற்றும் பாரத்தில் കവലയിൽ വേദനയിൽ കാണക്കൂടും. ഒരുപക്ഷെ കൈകളുടെ അധ്വാന ഫലത്തിന് അനുഗ്രഹം കണ്ടെത്തുവാനാവാതെ കടക്ലേശത്തിലോ മറ്റു വേദനയിലോ ദുഃഖ ദുരിതത്തിലോ നീ ആയിരിക്കാം. Sometimes a laborer hand becomes futile about you. You are suffering bankruptcy, sorrow stricken, heavy laden. உன்னை ஆசீர்வதிக்கும்படியாக, உன்னுடைய கையின் பிரயாசங்கள் ஆசீர்வதிக்கப்படும்படியாக இதோ இந்த மாலை வேளையில் தேவராஜ்யமாகிய യേശു ഉന്നോട് പേസുകിന്റാർ. നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്റെ പ്രയത്നഫലത്തെ അനുഗ്രഹിക്കുവാൻ ദൈവരാജ്യമായ യേശു അത്രേ ഈ സന്ധ്യാവേളയിൽ നിന്നോടിപ്പോൾ സംസാരിക്കുന്നത്. In order to bless you, in order to bless the labor of your hand, behold the kingdom of God, which is Jesus Christ himself, invites you, talks to you this evening. முதலாவது தேவராஜ்யத்தை தேடுங்கள், அதோடு இவைகளெல்லாம் கூட கொடுக்கப்படும். മുൻപേ ദൈവരാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. Primarily seek the kingdom of God, then all these things shall be added unto you. ഒരുവനുடைய ഒരു കഥയെ മറ്റും சொல்லுகின்றேன். ഒരാളുടെ ഒരു കഥ മാത്രം പറയാം. I would like to narrate a story. അവൻ SLCയിൽ തോറ്റുവിട്ട, താൻ 10ാം ക്ലാസ് പരീക്ഷയിൽ പരാജയപ്പെട്ടു. He failed in SSLC. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be അവനുடைய to the Lord. തകപ്പനാരും ഇറന്നു വിട്ട, അവന്റെ അപ്പന് മരിച്ചുപോയിരുന്നു. His father too expired. അവനും അവനുடைய തായും മറ്റു 2 പിള്ളകൾ, മൊത്തം 4 പേർ. അവന്റെ അമ്മ, അവന് 3 സഹോദരങ്ങൾ, അങ്ങനെ 4 പേർ. He, his mother, 2 more siblings, altogether 4 members. ഈ വസനത്തെ വൈത്ത് ഈ വചനം വെച്ച് Based on the അവർ scripture, ദേവരാജ്യത്തെ തേടിനാർ. അവർ ദൈവരാജ്യം അന്വേഷിച്ചു. he sought the kingdom of God. യേശുവിൻ വല്ലമയെയും തേടിനാർ. യേശുവിനെ, അവന്റെ ശക്തിയെ അന്വേഷിച്ചു. He sought Jesus and his power. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. கடைசியாக ஒரு கம்பெனியில பெரிய உத்தியோகஸ்தனாக, பெரிய என்ஜினியராக அவன் மாற்றப்பட்டான். ഒടുവിലായ ഒരു കമ്പനിയിൽ ഒരു എഞ്ചിനീയറായി, ഉന്നത ഉദ്യോഗസ്ഥനായി അവൻ മാറി. Finally, he was recruited in a comfortable position in a company. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the Lord. உன்னை உயர்த்த அவன் வல்லமையுள்ள தேவன். നിന്നെ ഉയർത്തുവാൻ ശക്തനായ ദൈവമത്രേ അവൻ. He is Almighty God to promote you. வல்லமையை தேடுங்கள். ദൈവശക്തി അന്വേഷിക്കുവിൻ. Seek the power of God. தேவனுடைய வல்லமையினால் அவன் பிசாசை துரத்தினான். അവൻ തന്റെ ശക്തിയാൽ ഭൂതങ്ങളെ പുറത്താക്കി. By the power of God, he chased away the power of the devil. உன்னுடைய பிரயாசங்கள் ஆசீர்வதிக்கப்படாதபடிக்கு ഒരു വല്ലമയാനത് ഉനക്ക് വിരോധமாக ക്രിയ ചെയ്തു കൊണ്ടിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രയത്നഫലം അനുഗ്രഹിക്കപ്പെടാതെ വണ്ണം ഒരു ദുഷ്ടശക്തി നിനക്കെതിരായി പ്രവർത്തിക്കുന്നു. That's a strange power which is operating against you, whereby either labor of your hand should become futile.
தேவனுடைய வல்லமையை தேடுங்கள். ദൈവശക്തിയെ തേടുവീൻ. Seek the power of God. தேவனுடைய வல்லமையில் ஒன்றுதான் ஸ்தோத்திரமும் ஜெபமும். ദൈവത്തിന്റെ ശക്തിയിൽ ഒന്നാണ് സ്തോത്രം, പ്രാർത്ഥന എന്നിവ. One of the powers of God is praising and prayer. ஜெபத்தை தேடுங்கள். പ്രാർത്ഥനയെ അന്വേഷിക്കുവിൻ. Seek prayer. ஸ்தோத்திரத்தை தேடுங்கள். സ്തോത്രം അന്വേഷിക്കുവിൻ. Seek praising. உன்னுடைய வீடு ஜெப வீடாக மாற்றிக்கொள்ளுங்கள். നിന്റെ വീട് പ്രാർത്ഥനാ വീടാക്കി മാറ്റുക. Translate your home into one of ஜெபிக்கிற prayer. பிள்ளைகளை ஆசீர்வதிக்கும்படி தேவன் உன்னுடைய வீட்டில் 4 மணிக்கு உலாவுகின்றார். പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ രാവിലെ 4 മണിക്ക് ദൈവം നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. Early morning at 4 o'clock, the Lord is visiting your home in order to bless the people who are engaged in உன்னுடைய prayer. கடனுக்காக, உன்னுடைய வீட்டிலே பொல்லாப்பான காரியங்களுக்காக, அந்த வியாதிக்காக நீ பயப்படாத, சோர்ந்து போகாத. നിന്റെ കടം, നിന്റെ രോഗം, നിന്റെ വീട്ടിലെ ദോഷങ്ങളെ ഓർത്ത് നീ ഭയപ്പെടേണ്ട, നീ തളരേണ്ട. Do not fear the hardships, the bankruptcy, the sickness, whether you are afflicted at your home. இந்த ராஜ்யத்தை தேடுங்கள். ഈ രാജ്യം അന്വേഷിക്കുവിൻ. Seek this kingdom. இந்த ஜெபத்தை ഈ தேடுங்கள். പ്രാർത്ഥനയെ അന്വേഷിപ്പിൻ. Seek this இந்த prayer. ஸ்தோத்திரத்தை ഈ தேடுங்கள். സ്തോത്രം അന്വേഷിപ്പിൻ. Seek this praising. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the Lord. 66 പുസ്തകങ്ങളിൽ, ബൈബിൾ 66 പുസ്തകങ്ങളിൽ, The 66 books, 63 പുസ്തകങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഉണ്മயான സത്യംதான் ജപവും സ്തോത്രവും. 63 പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സത്യമാണ് പ്രാർത്ഥന, സ്തോത്രം എന്നിവ. prayer and praise is a truth which is recorded in all the 63 3 books. പുസ്തകങ്ങളിൽ മറ്റും ജപത്തെക്കുറിച്ച് സ്തോത്രത്തെക്കുറിച്ച് എഴുതപ്പെടവില്ല. 3 പുസ്തകങ്ങളിൽ മാത്രം പ്രാർത്ഥന, സ്തോത്രം എന്നിവയെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. Only in 3 books, the reference to praising and prayer is இந்த not தேவ mentioned. ராஜ்யமாகிய ஜப ஜீவியத்துக்காக, ஸ்தோத்திரத்துக்காக வைராഗ്യமாக പോരാടുங்கள். ഈ ദൈവരാജ്യമാകുന്ന ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയോടെ, സ്തോത്രത്തോടെ, എരിവോടെ പോരാടുവിൻ. You must zealously strive for this kingdom of God which is praising and prayer. ഉന്റെ വീട് സ്തോത്രത്തിൻ വീടാക മാറുമ്പോൾ, നിന്റെ വീട് സ്തോത്രഭവനമായി മാറുമ്പോൾ, Once a house becomes that of a prayer, നിശ്ചയமாக ദേവൻ ഉന്നെ ആശീർവദിപ്പാർ. തീർച്ചയായും ദൈവം നിന്നെ അനുഗ്രഹിക്കും. indeed the Lord will bless you. എത്രയോ സാക്ഷി എനിക്ക് தெரியும், പലമുറ ഞാൻ ചൊല്ലിയിരിക്കുന്നു. എത്രയോ പേരുടെ സാക്ഷ്യം എനിക്കറിയാം, പലയാവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. And plenty of testimonies often mentioned. ദേവനുடைய വല്ലമ. അതാണ് ദൈവശക്തി. Everything is the result of the power of അമിതமாக God. നീ ജപിக்கிற വേളയിൽ, അങ്ങനെ നീ പ്രാർത്ഥിക്കുമ്പോൾ, Once you pray so, നീ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യും, കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യുമ്പോൾ, when you lift your hands and praise உன்னுடைய வீடு God, தேவ மகிமையினால் நிரப்பும், எந்த வல்லமையும் உனக்கு விரோதமாக கிரியை നിന്റെ செய்யாமல். വീട് ദൈവതേജസ്സാൽ നിറയും, ഒരു ദുഷ്ടശക്തിയും നിനക്കെതിരായി പ്രവർത്തിക്കില്ല. your residence shall be filled with the glory of God. No strange power shall walk against you. എല്ലാ വീടുകളും ജപ വീടാക, സ്തോത്രത്തിൻ വീടാക മാറട്டும். നമ്മുടെ എല്ലാ വീടുകൾ പ്രാർത്ഥനാ ഭവനമായി, സ്തോത്രഭവനമായി മാറട്ടെ. Let every home be the place of prayer and praising. அந்த சாத்தான் பள்ளிக்கார் ராத்திரி 12 மணியிலிருந்து 3 மணி வரைக்கும் அந்த சாத்தானுக்கு ஸ்தோத்திரம் செய்கிறார்கள். ആ സാത്താൻ പള്ളിക്കാർ അർദ്ധരാത്രി 12 മുതൽ പുലർച്ചെ 3 വരെ സാത്താന് സ്തോത്രം ചെയ്യുന്നല്ലോ. Satanic worshippers praise unto the Satan from midnight 12 to early morning 3. ஏன் நாம் எழும்பக்கூடாது? നാം എന്തുകൊണ്ട് ഉണർന്നെഴുന്നേറ്റുകൂടാ? Why can't we get நாம் up? ஏன் எழும்பக்கூடாது? നാം എന്തുകൊണ്ട് ഉണർന്നുകൂടാ? Why can't we wake up? நாம் ஏன் தேவனுக்கு ஸ்தோத்திரம் செய்யக்கூடாது? നാം എന്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കരുത്? Why can't we offer praises to our உன்னுடைய God? வீடு ஸ்தோத்திரத்தின் வீடாக மாறட்டும். നിന്റെ വീട് സ്തോത്രഭവനമായി മാറട്ടെ. May your house be a home of உன்னுடைய praising. வீட்டுக்குள் கிரியை செய்கிற எல்லா அந்தகார வல்லமைகள் ஓடட்டும். നിന്റെ വീട്ടിലെ അന്ധകാര ശക്തികൾ ഓടി ഒളിക്കട്ടെ. All the dark powers walk in your home, flee away. தேவராஜ்யம் உன்னுடைய வீட்டுக்குள் இறங்கட்டும். ദൈവരാജ്യം നിന്റെ വീട്ടിലേക്ക് ഇറങ്ങിയെത്തട്ടെ. May the kingdom of God make its advent to your home. உன்னை குறித்த, உன் பிள்ளைகளை குறித்த, உன் குடும்பத்தை குறித்த, உன்னுடைய മുന്നേറ്റമില്ലാത്ത നിലമയെ കുറിച്ച് നീ കവലപ്പെടാതെ. നിന്നെ കുറിച്ച് മക്കളെ ചൊല്ലി, വീടിനെ ചൊല്ലി, നിന്റെ അധോഗതിയെ ചൊല്ലി നീ ഇനി വിഷമിക്കേണ്ട. Don't be sorrowful concerning your family members, your children, your lack of progress. எல்லாவற்றிலேயும் ஸ்தோத்திரம் பண்ணுங்கள். എല്ലാത്തിനും സ്തോത്രം ചെയ്വീൻ. Give thanks in everything. இப்படி செய்வது கிறிஸ்துവേசுவுக்குள் உங்களை குறித்துள்ள தேவ சித்தம். ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവേഷ്ടം. This is the will of God concerning you in Christ Jesus. அவிதமாக செய்த ஒரு மனுஷன் தான் தாவீது. അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. David was the personality he performed so. கர்த்தரை நான் எக்காலத்திலும் ஸ்தோத்திரிப்பேன், அவரே துதிக்கும் துதியன் வாயில் இருக்கும். താൻ പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. He says, I shall bless the Lord always, his praise shall be upon my tongue always. மேலும் ஒரு செய்தி வந்தது. വീണ്ടും ഒരു വാർത്ത വന്നു. On my news came there. 2012 ஆண்டு மே மாதத்தில்
இந்த பூமிக்கு ஏதோ ஒன்று சம்பவிக்க போகிறது. 2012 മെയ് മാസം ഈ ഭൂമിക്ക് എന്തോ ഒന്ന് സംഭവിക്കും. In the year 2012, May, something catastrophic is going to take place to this earth. ஏற்கனவே நாசா ஆராய்ச்சியாளர்கள், മുൻപേ നാസ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ, Already NASA scientists, 2029 ഇരാവിട്ട 2035 ആണ്ടിൽ ഉലകத்துக்கு பெரிய அழிவு வரும் என்று சொன்னார்கள். 2029 35 ലോകത്തിന് ഒരു വലിയ നാശം വരുമെന്ന് അവർ പ്രവചിച്ചിരുന്നു. the earth is going to meet with a dire catastrophe in 2029 or 35. வானத்தில் இருந்த கற்கள் எல்லாம் விழுகிறது. ആകാശത്ത് നിന്ന് കല്ലുകൾ പതിക്കും. Meteoroids would fall from the sky. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the Lord. பிரேசில் என்றதான நாட்டில், ബ്രസീൽ എന്ന രാഷ്ട്രത്തിൽ The country named Brazil. 60 டன் வெயிட் உள்ள ஒரு கல்லு விழுந்திருக்கிறது. 60 ടൺ ഭാരമുള്ള ഒരു കല്ല് പതിച്ചു. A stone as heavy as 60 ton fell down. 60 டன் வெயிட் உள்ள கல்லு. അതിന്റെ ഭാരം 60 ടണ്ണ്. The weight is 60 അതേപോലെ tons. கல் கூம்பாரங்கள் வானத்தில் காணப்படுகிறது. അതുപോലുള്ളതായ കൽക്കുമാരങ്ങൾ സ്വർഗ ആകാശത്തിലുണ്ട്. The stone heaps are in അത് heaven. 2012 ആണ്ടിൽ 2012 In the year ഏതോ 2012, ഭൂമിക്ക് ഒന്ന് സംഭവിക്ക പോകുന്നത്. ഭൂമിക്ക് ഏതോ വിനാശമുണ്ടാകുമെന്ന് പറയുന്നു. something formidable is going to touch പോളണ്ട് this earth. ദേശത്തിലും ചെക്കോസ്ലോവാക്യ ദേശത്തിലും പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക് എന്നീ സ്ഥലങ്ങളിൽ And Poland and Czechoslovakia. 666 അവരുടെ ദേശീയ മുദ്രയാക അവர்கள் ഏറ്റുകൊണ്ടാர்கள். 666 അവർ തങ്ങളുടെ രാഷ്ട്രത്തിന്റെ മുദ്രയായി സ്വീകരിച്ചിരിക്കുന്നു. They accepted 666 as a national symbol. நீங்கள் பலரும் அறிந்திருக்கலாம். നിങ്ങൾ പലരും ഒരുപക്ഷെ അറിഞ്ഞിരിക്കും. You might be aware of this. நம்முடைய தேசத்திலும் அது முദ്രயாக வரப்போகிறது. നമ്മുടെ രാജ്യത്തിലും അതൊരു മുദ്രയായി വരുവാൻ പോകുന്നു. In our land also that's going to appear as a അതൊരു seal. ചിപ്പ് വഴിயாக നമ്മുടെ ശരീരത്തിൽ പിടിപ്പിക്കുമെന്നതെല്ലാം നാം ഒരു അറിഞ്ഞിരിക്കുന്നു. കമ്പ്യൂട്ടർ ചിപ്പായി നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിക്കുമെന്ന് നമുക്കറിയാം. That shall be fitted upon the body as a computer ഒരു chip. മുறை அந்த ചിപ്പ് ശരീരത്തിൽ പോട്ടുവിട്ടാൽ ഒരിക്കൽ ആ ചിപ്പ് നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചാൽ Once it is fitted in our body, பிறகு அது எடுக்க முடியாது. പിന്നീട് എടുക്കാനാവില്ല. you cannot take it ஏதோ out. ഓപ്പറേഷൻ ചെയ്ത് എടുത്താലും കൂടെ ഏതെങ്കിലും ഓപ്പറേഷനിലൂടെ എടുക്കുവാൻ ശ്രമിച്ചാൽ Even after surgery, you take it out. അവരുടെ മനത് ഡിസോർഡർ പൈത്യം പിടിപ്പാர்கள் എന്ന് சொல்லுகிறார். അവരുടെ മനസ്സിന്റെ സമനില തെറ്റി ഭ്രാന്തന്മാരാകുമെന്ന് പറയുന്നു. They will lose the mental equilibrium. எவ்வளவு பயங்கரமான ஒரு காலம். എത്രയോ ഭയാനക കാലം. What a wretched period it is. தேவராஜ்யத்துக்காக பிரயாசப்படுங்க. ദൈവരാജ്യത്തിനായി പ്രയത്നിപ്പിൻ. Endeavor for the kingdom of God. தேவராஜ்யத்தை குறித்து பேசுங்க. ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിപ്പിൻ. Teach about the kingdom of God. தேவராஜ்யமாக நாம் மாற்றப்படுவோம். നമുക്ക് ദൈവരാജ്യമായി മാറാം. Let us become the kingdom of பயங்கரமான God. சம்பவங்கள் வரப்போகின்றன. ഭയാനക സംഭവങ്ങൾ വരാറായി. Terrific events are impending. மனம் திரும்பி ஞான ஸ்நானம் எடுத்த தேவ ஜனமே ஜெப ஜீவியத்துக்கு முக்கியத்துவம் கொடுங்கள். മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടതായി ദൈവജനമേ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുവിൻ. Repent and baptize the people of God. Attach importance to the experience of prayer. അടുത്ത ഘട്ടമായി Secondly, தேவராஜ்யமாக நாம் மாற்றப்பட வேண்டுமானால் നാം ദൈവരാജ്യമായി മാറണമെങ്കിൽ to be translated to be the kingdom of சீயோனாக God. எருசலேமாக மாற்றப்பட வேண்டுமானால் സിയോനായ യെരൂശലേമായി മാറേണ്ടതിന് To become Zion and Jerusalem. ஊழியத்துக்கென்று நாம் ஒப்பு கொடுக்க வேண்டியது அபிஷேகம். നാം ശുശ്രൂഷയ്ക്കായി വിധേയപ്പെട്ടുകൊടുക്കണം. We are to come to ourselves to ministry. தேவன் இந்த பூமியில் ஒரு ஊழியம் ஆரம்பித்தார். ദൈവം ഈ ഭൂമിയിൽ ഒരു ശുശ്രൂഷ സ്ഥാപിച്ചു. God has started a ministry in this அதுதான் world. பரலோக, அதுதான் தேவ சபை என்று சொல்லப்படுகிறது. അതാണ് ദൈവസഭ എന്ന് വിളിക്കപ്പെടുന്നത്. That's labeled the church of God. தேவ சபை ஒன்று மட்டும்தான். ദൈവസഭ ഒന്ന് മാത്രം. There's only one church of God. ஒரு தலை, அதுக்கு ஒரு சரீரம். ഒരു ശിരസ്, അതിന് ഒരേ ഒരു ശരീരം. One head. It is in இயேசு one body. கிறிஸ்துவே நம்முடைய தலை. യേശു നമ്മുടെ ശിരസ്സാകുന്നു. Jesus Christ is our head. தலைக்கேற்ற ஒரு சரீரம் தேவை. ആ ശിരസിന് അനുയോജ്യമായ ഒരു ശരീരം വേണം. A body in accordance with the head is அதுக்காக required. தேவன் ஊழியம் வைத்திருக்கிறார். അതിനായി ദൈവം ഒരു ശുശ്രൂഷ വെച്ചിരിക്കുന്നു. That's why God has ordained அந்த ministries. ஊழியத்தின் பேரு தான் மெல்கிசதேக்கின் முறைமையின்படியுள்ள ஊழியம். ആ ശുശ്രൂഷയുടെ പേര് മൽക്കീസേദെക്കിന്റെ വിധത്തിലുള്ള ശുശ്രൂഷ. That's a ministry according to the order of Melchizedek. இந்த ஊழியமானது நித்திய ஊழியம். ഈ ശുശ്രൂഷ നിത്യമായ ഒരു ശുശ്രൂഷ. This is an everlasting இது ministry. ஜீவனுள்ள ஊழியம். ഇത് ജീവനുള്ള ശുശ്രൂഷ. This is a living ministry. இது ஆவிக்குரிய ஊழியம். ഇത് ആത്മീക ശുശ്രൂഷ. This is a spiritual இது ministry. நிலைத்திருக்கிற ஊழியம். ഇത് ശാശ്വത ശുശ്രൂഷ. This is a perpetual ministry. இது மகிமையிலிருந்து மகிமைக்கு வளருகிற ஊழியம். ഇത് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് വളരുന്ന ഒരു ശുശ്രൂഷ. This is a ministry from going from glory to glory. இது பரலோக ஊழியம். ഇത് സ്വർഗീയ ശുശ്രൂഷ. This is a heavenly ministry. இந்த ஊழியத்துக்கு முடிவில்லை. ഈ ശുശ്രൂഷയ്ക്ക് അന്തമില്ല. This is unending.
2 Corinthians 3-ാം അധികാരം 6-ാം വസനത്തിലിരുന്ന് 17-ാം വസനം മുടിയെ വാസിക്കുമ്പോൾ ഊഴിയത്തിനുടെ 6 പകുതികളെ വാസിக்கலாம். 2 Corinthians 3:6 മുതൽ 17 വരെ വായിച്ചാൽ ഈ ശുശ്രൂഷയുടെ 6 ഭാഗങ്ങൾ കാണാം. 2 Corinthians chapter 6 verse 15 onwards, we are able to understand 6 parts of this ministry. ஊழியம் பரிசுத்த பவுலை போன்ற பரிசுத்தவான்கள் 1-ாம் நூற்றாண்டில் செய்தார்கள். വിശുദ്ധ പൗലോസിനെ പോലുള്ളതായ വിശുദ്ധന്മാർ 1-ാം നൂറ്റാണ്ടിൽ ഈ വിധ ശുശ്രൂഷയാണ് ചെയ്തത്. Saints of right to Saint Paul for the first century did this kind of ministry. அதனால தான் 2 Corinthians 4-ാം അധികാരം 1-ാം വസനത്തെ നാം വാസിക്കുമ്പോൾ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ, Wherefore when we come to 2 Corinthians chapter 4 the first verse, இப்படிப்பட்ட ஊழியம் செய்கிற நாங்கள் தேவனுடைய இரக்கம் பெற்றிருப்பதால் കരുണ ലഭിച്ചിരുപ്പതാൽ ഞങ്ങൾ സോർന്നു പോവതില്ല. അതുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഞങ്ങൾക്കുണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. As we have this ministry, as we have received mercy, we faint not. இந்த ஊழியமானது சோர்வின் ஊழியமல்ல. ഈ ശുശ്രൂഷ അധൈര്യപ്പെടുന്ന ശുശ്രൂഷയല്ല. This is not a ministry of discouragement. ദേവജനമേ, നീ സോർന്നു പോകാതെ. പ്രിയ ദൈവജനമേ, നീ അധൈര്യപ്പെടരുത്. Beloved people of God, be not fainted. ഉன்നുடைய കുടുംബത്തിലെ ചില പ്രശ്നങ്ങളെ பார்த்து നീ സോർന്നു പോയിരിക്கிறாய். നിന്റെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കണ്ട് നീ തളർന്നു പോയിരിക്കുന്നു. Looking at the problems of family, you are fainted. നിനക്കൊരു അഭിഷേകമുണ്ട്. നിനക്കൊരു അഭിഷേകമുണ്ട്. There's an anointing for you. സത്യങ്ങൾ தெரியும். നിനക്ക് സത്യമെല്ലാം അറിയാം. You know certain truth. നിനക്ക് ജപിക്ക தெரியும். നിനക്ക് പ്രാർത്ഥിക്കുവാനും അറിയാം. You know how to pray. ഏൻ സോർന്നു പോകുகிறாய்? പിന്നെ എന്തിന് നീ തളരുന്നു? Why are you sluggish? സിയോനെ കുറിച്ച് യെരുശലേമെ കുറിച്ച് ശരിയാനൊരു വെളിപ്പെടുത്തൽ ഉനക്കില്ല. സിയോനെ കുറിച്ച് യെരുശലേമിനെ കുറിച്ച് ഒരു യഥാവിധിയുള്ളതായ വെളിപ്പാട് നിനക്കില്ല. The reason is you don't have a tangible revelation concerning Zion and Jerusalem. വെളിപ്പെടുത്തലെ പറ്റ പരിശുദ്ധ പൗൽ എന്നെ சொல்லுகின்றார். വെളിപ്പാട് പ്രാപിച്ച വിശുദ്ധ പൗലോസ് എന്താണ് പറയുന്നത്? Saint Paul, who got the revelation, what does he say? இப்படிப்பட்ட ஊழியம் செய்கிற நாங்கள் സോർന്നു പോകരുതില്ല. ഈ വിധ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളോ അധൈര്യപ്പെടുന്നതേയില്ല. We who are entering such a ministry are fainting not. எனக்குள்ள ஒரு வல்லமையுണ്ട്. എന്നിലൊരു ശക്തിയുണ്ട്. There's a power in me. எனக்குள்ள വ്യാപരിക്കുന്ന ഒരു അവருடைய മഹാ വല്ലമை കാണപ്പെടുகிறது. എന്നിൽ വ്യാപരിക്കുന്നവന്റെ അത്യന്ത ശക്തിയുണ്ട്. There's an exceeding power of his working in me. அந்த വല്ലമയിன்பടി ഞാൻ പ്രയാസപ്പെടുகிறேன். ആ അത്യന്ത ശക്തിക്കൊത്തവണ്ണമായി ഞാൻ പോരാടിക്കൊണ്ട് ധ്വാനിക്കുന്നു. I'm laboring according to that exceeding power. അവനക്ക് ശരിயான വെളിപ്പെടുത്തലുണ്ട്. തനിക്ക് ശരിയായ വെളിപ്പാടുണ്ട്. He had the clear revelation. സഭയെ കുറിച്ചും പുതിയ യെരുശലേമെ കുറിച്ച് സിയോനെ കുറിച്ച് ശരിயான ഒരു വെളിപ്പെടുത്തൽ എനിക്കും നിങ്ങൾക്കും തേവൈ. സഭ, സിയോൻ, പുതിയ യെരുശലേം എന്നിവയെ കുറിച്ച് ഒരു ശരിയായ വെളിപ്പാട് എനിക്കും നിങ്ങൾക്കും വേണം. We must have a tangible revelation concerning the church, concerning Jerusalem, concerning Zion. ഇன்றைக்கு எல்லாம் சபை என்று சொல்லுகிறார்கள். ഇന്ന് എല്ലാം സഭ എന്ന് പറയുന്നവരുണ്ട്. Today all denominations claim to be the church. எல்லாம் சபை அல்ல. എല്ലാം സഭയല്ല. All are not the real church. எல்லாம் ഒരു കൂട്ടം. എല്ലാം ഓരോ കൂട്ടം. Simply congregation. ദേവനുடைய സഭയ്ക്ക് രണ്ട് നിർവചനങ്ങൾ ഇല്ലെങ്കിൽ മുഖ്യமான പകുതികൾ തേവൈ. ദൈവസഭയ്ക്ക് രണ്ട് നിർവചനങ്ങളുണ്ട്. അതിപ്രധാനമായ രണ്ട് ഭാഗങ്ങൾ വേണം. The church of God has got two specific definitions. ഒന്ന്, 1 Corinthians 12-ാം അധികാരം 13-ാം വസനത്തെ നാം വാസിക്കുമ്പോൾ 1 Corinthians 12:13 1 Corinthians chapter 12 verse 13. പരിശുദ്ധാവിൻ അഭിഷേകം അന്യഭാഷ അടയാളത്തുടൻ പെറ്റിരിക്ക வேண்டும். പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷാ ഭാഷണത്തോടെ പ്രാപിച്ചിരിക്കണം. It says upon the Holy Spirit of God with unknown tongue. രണ്ടാമത് അടയാളം, രണ്ടാമത്തെ അടയാളം, second one, എഫേസ്യർ 1-ാം അധികാരം കടേസി വസനത്തെ 23-ാം വസനത്തെ വാസിക്കുമ്പോൾ എഫേസ്യർ 1-ാം അധ്യായം ഒടുവിലത്തെ വാക്യം 23-ാം വാക്യത്തിൽ Ephesians chapter 1 verse 23. എല്ലാവറ്റെയും നിറപ്പുകളുടെ നിറവായിരിക്കുന്ന നിറവാന ശരീരமான സഭ. എല്ലാവറ്റെയും എല്ലാവറ്റിനാലും നിറയ്ക്കുന്നവന്റെ നിറവായ സഭ. The church which is his body, the fullness of him that fills all in all. നിറപ്പകൂടിയ ഒരു പകുതി കാണപ്പെട வேண்டும். നിറയ്ക്കുന്നതായ ഒരു ഭാഗവും വേണം. There was a part of filling. അതുதான் 5 വിധ ഉദ്യോഗസ്ഥർ. അത് 5 വിധ ഉദ്യോഗസ്ഥർ. 5 types of officers. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ദേവസഭയെ നടത്ത ദേവനാൽ നിയമിക്കപ്പെട്ട 5 വിധ ഉദ്യോഗസ്ഥർ ദേവസഭയിൽ കാണപ്പെട வேண்டும். ദൈവസഭയെ നടത്തുവാനായി 5 വിധ ഉദ്യോഗസ്ഥർ ദൈവത്താൽ നിയമിതരായി സഭയിൽ ഉണ്ടാകണം. In the church of God there are 5 types of officers appointed by the Lord to lead the church. ഒന്നാമത് അപ്പോസ്തലൻ, ഒന്നാമത് അപ്പോസ്തലൻ, First an apostle, രണ്ടാമത് ദീർഘദർശി,
രണ്ടാമത് പ്രവാചകൻ, Secondly, prophet. മൂന്നാമതൊരു ബോധകൻ, മൂന്നാമതായ ഒരു ഉപദേഷ്ടാവ്, Thirdly, a teacher. നാലാമത് മേയ്പ്പൻ, ഇടയന്മാർ, Fourthly, അടുത്ത pastor. സുവിശേഷം. സുവിശേഷകന്മാർ. Fifthly, evangelist. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഇവர்களால மட்டும்தான் தேவ சபையை தேவன் நடத்துவார். ഇവരിലൂടെ മാത്രമേ ദൈവം തന്റെ സഭയെ നടത്തൂ. Only through them the Lord will lead his church. முதலாம் கொரிந்தியர் 12ஆம் அதிகாரம் 28ஆம் வசனத்தை நாம் வாசிக்கும் பொழுது 1 കൊരിന്ത്യർ 12:28 When we come to 1 Corinthians chapter 2 தேவ verse சபையில் 28, காணப்படுகிற 8 விதமான ஊழியங்களை பாருங்கள். ദൈവസഭയിലെ 8 വിധ ശുശ്രൂഷയെ നോക്കുവിൻ. we find the 8 types of ministers in the church முதலாவது of God. அப்போஸ்தலன், ഒന്നാമത് അപ്പോസ്തലൻ, First apostle, இரண்டாவது தீர்க்கதரிசி, രണ്ടാമത് പ്രവാചകൻ, secondly prophet, மூன்றாவது ஒரு மேய்ப்பன், മൂന്നാമത് ഇടയൻ, thirdly teacher, பின்பு പിന്നീട് அற்புதங்கள் அடையாளங்கள் எல்லாம். after which miracles and so on. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the ஒரு Lord. அற்புதம் செய்கிறதுனால நீ ஒரு சபையை பூர்ணப்படுத்த முடியாது. ഒരു അത്ഭുതം ചെയ്യുന്നതിനാൽ സഭയെ പൂർണ്ണതയിലെത്തിക്കുവാനാവില്ല. As you perform a miracle, you cannot bring the church unto நீ perfection. ஒருவனை சுகப்படுத்ததினால சபையை பூர்ணப்படுத்த முடியாது. ഒരുവന് സൗഖ്യം ലഭിച്ചതുകൊണ്ട് നിന്നാൽ ഒരുവനെ പൂർണ്ണതയിലെത്തിക്കുവാനാവില്ല. As you heal a sick person, you cannot bring the church unto அது perfection. சபையில் காணப்பட வேண்டிய சில அடையாளங்கள். അത് സഭയിൽ കാണപ്പെടേണ്ടതായ ചില അടയാളങ്ങളിൽ ഒന്ന്. There are certain signs to be seen in the church. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the Lord. எந்த அற்புதத்தினாலும் ஒரு சபையை பூர்ணப்படுத்த முடியாது. ഒരു അത്ഭുതങ്ങളാലും സഭയെ പൂർണ്ണതയിലെത്തിക്കുവാനാവില്ല. By miracles, your church cannot be brought unto சபையை perfection. பூர்ணப்படுத்துவது அவருடைய அப்போஸ்தலிக ஊழியத்தின் மூலமாக, ஊழியர்கள் மூலமாக. സഭയെ പരിപൂർണ്ണതയിലെത്തിക്കുന്നത് തന്റെ അപ്പോസ്തലന്മാരിലൂടെ അവരുടെ ശുശ്രൂഷയിലൂടെ മാത്രം. Only with the apostles and the apostolic ministries, the church can be brought unto perfection. அவர்கள் தேவனால் அழைக்கப்பட்டவர்கள். അവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവർ. They are called by the Lord. அவர் சபையில் காணப்பட வேண்டும். അവർ സഭയിൽ They ഉണ്ടായിരിക്കണം. must be in the church. பழைய ஏற்பாட்டு இஸ்ரவேல் மக்களை நடத்தும்படியாக പഴയ നിയമ ഇസ്രായേലിനെ വഴി നടത്തുവാൻ Not only the Old Testament லேவியா Israelites, கோத்திரத்தை தேவன் தெரிந்தெடுத்தார். ദൈവം ലേവ്യ ഗോത്രത്തെ തിരഞ്ഞെടുത്തു. God chose the Levitical tribe. அவர்கள் ஆசரிப்பு கூடாரத்தில் சுற்றிலும் பாளையம் இறங்கினார்கள். അവർ സമാഗമന കൂടാരത്തിന്റെ ചുറ്റിലുമായി പാളയമിറങ്ങി. They encamped around the tabernacle of the அவருக்கு congregation. பாளையத்தில் பங்கில்ல. അവർക്ക് പാളയത്തിൽ ഓഹരിയില്ല. There is no inheritance in the camp. ஆசரிப்பு கூடாரத்துக்கு சுற்றிலும் ஆரோனும் அவனுடைய பிள்ளைகளும் பாளையம் இறங்கினார்கள். സമാഗമന കൂടാരത്തിന് ചുറ്റിലുമായി അഹരോനും പുത്രന്മാരും പാളയമിറങ്ങി. Around the tabernacle of the congregation, Aaron and his sons encamped. ஆசரிப்பு கூடாரത്തിന്റെ കിഴക്ക് പകുതിയിൽ മോശയും ആരോനും കുടുംബവും പാളയം ഇറങ്ങിനാർ. സമാഗമന കൂടാരത്തിന്റെ കിഴക്കേ ദിക്കിലായി മോശെ, അഹരോൻ എന്നിവർ പാളയമിറങ്ങി. The eastern side of the tabernacle of the congregation, Moses, Aaron and his sons അതിനുടെ encamped. ചുറ്റിലും മൊരാര്യരും ഗഹാത്യരും ഗർസോന്യരും പാളയം ഇറങ്ങിനാർ. അതിന്റെ ചുറ്റിലുമായി ഗെർശോന്യർ, ഗഹാത്യർ, മെരാര്യർ എന്നിവർ പാളയമിറങ്ങി. Around which the Gershonites, the Merarites encamped. ഉപാഗമം 18-ാം അധികാരത്തിൽ എന്നെ വാസിക്കുണ്ടോ? ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ വായിക്കുന്നതുണ്ട്. The book of Deuteronomy chapter 18, what do we read? കനാൻ ദേശം പങ്കിട്ട് കൊടുത്ത വേളയിൽ ആ കനാൻ ദേശം വിഭാഗിച്ചു കൊടുത്തപ്പോൾ When the land of Canaan was എല്ലാവർക്കും divided, പങ്ക് കൊടുത്താர்கள். എല്ലാവർക്കും ഓഹരി നൽകി. inheritance was given to all. ലേവ്യനുക്ക് പങ്ക് കൊടുക്കവില്ല. ലേവ്യന് ഓഹരി നൽകിയില്ല. The Levite was not ലേവ്യ given. ഗോത്രത്തെ എനക്കാക ഞാൻ വേർപിരിത്തേ. ലേവ്യ ഗോത്രത്തെ എനിക്കായി ഞാൻ വേർതിരിച്ചു. I could separate the Levite tribe ലേവ്യ unto me. ഗോത്രത്തെ എനക്കാക പരിശുദ്ധപ്പെടുത്തിനെ. ലേവ്യ ഗോത്രത്തെ എനിക്കായി വിശദീകരിച്ചു. I could sanctify the Levites unto me. ലേവ്യ ഗോത്രം என்னுடைய ஊழியம் செய்ய வேண்டிய கோத்திரம். ലേവ്യ ഗോത്രം എന്റെ ശുശ്രൂഷ ചെയ്യേണ്ടതായ ഗോത്രം. Tribe of Levi should do my ministry. எல்லா கோத்திரமும் ஊழியம் செய்யலாகா. എല്ലാ ഗോത്രവും ശുശ്രൂഷ ചെയ്തുകൂടാ. All ministries cannot do the ലേവ്യ ministry. கோத்திரம் ஊழியம் செய்ய வேண்டும். ലേവ്യ ഗോത്രം മാത്രം ശുശ്രൂഷ ചെയ്യണം. The tribe of Levi alone should do the அவருக்கு ministry. நானே பங்கு. അവരുടെ ഓഹരി അവകാശം ഞാൻ മാത്രം. I shall be their பழைய inheritance. ஏற்பாட்டில் இப்படி ஒரு ஒழுங்கு காணப்பட்டால் പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ, There was such an arrangement in the Old Testament. புதிய ஏற்பாட்டு தேவ சபைக்கு ஒழுங்கு இல்லையோ? പുതിയ നിയമസഭയ്ക്ക് യാതൊരു ക്രമവുമില്ലായോ? Thus in the New Testament church you have got the arrangement. தேவ சபையானது தேவனுடைய சுதந்திரம். ദൈവസഭ ദൈവത്തിന്റെ അവകാശമത്രേ. Church of God is the inheritance of God. தேவ சபையை தேவன் நடத்துகின்றார். ദൈവം
തന്റെ സഭയെ നടത്തുന്നു. God is leading his church. ദേവസഭയെ അവർ പൂർണ്ണത്വത്തിലേക്ക് വഴി നടത്തുகிறார். ദൈവസഭയെ അവൻ തികവിലേക്ക് എത്തിക്കുന്നു. He is leading his church unto perfection. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the ഇതേ Lord. നടത്തக்கூடிയതാണ് ഊഴിയർക്ക് ദേവനെ പങ്കാക കാണപ്പെട വേണ്ട. ഇത് നടത്തുന്ന ശുശ്രൂഷകരുടെ അവകാശമായി ദൈവം മാത്രമേയുള്ളൂ. The ministers school church, God alone is the inheritance. വിശ്വാസത്തിൽ ജീവിക്கிறாർ. ആകയാൽ അവർ വിശ്വാസത്തിൽ ജീവിക്കുന്നു. They lead a life of faith. അവർ പ്രതിഷ്ഠയുള്ളവരാக കാണപ്പെടുகிறாർ. അവർ പ്രതിഷ്ഠയുള്ളവരായി കാണപ്പെടുന്നു. They are full of consecration. പ്രതിഷ്ഠയാണത് മുഖ്യം. ആ പ്രതിഷ്ഠ പ്രാധാന്യം അർഹിക്കുന്നു. Consecration is of paramount importance. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഇതിനാக ഞാൻ പ്രതിഷ്ഠ ചെയ്ത് എന്തിനെ പ്രതിഷ്ഠ ചെയ്തു? Why have I consecrated myself? ദേവരാജ്യം നിമിത്തം. ദൈവരാജ്യം നിമിത്തമത്രേ. For the sake of the kingdom of God. ദേവരാജ്യத்துக்காக வைராக்கியமாக போராடுகிறபடியினால் ദൈവരാജ്യത്തിന് വേണ്ടി തീഷ്ണതയോടെ പോരാടുന്നത് കൊണ്ട് As I'm zealously endeavoring for the kingdom of God. ദേവരാജ്യം எனக்குள் ക്രിയ செய்கிறபடியினால் ദൈവരാജ്യം എന്നിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ As his kingdom of God is working in me mightily. ദേവരാജ്യத்துக்காக പ്രതിഷ്ഠ ചെയ്ത് ദൈവരാജ്യത്തിനായി ഞാൻ പ്രതിഷ്ഠകൾ ചെയ്തു. I who consecrated for the kingdom of God. എന്റെ ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠയുണ്ട്. എന്റെ ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠയുണ്ട്. There's a consecration in my heart. അത് തായും തകപ്പൻ സഹോദരൻ സഹോദരി മനവി പിള്ളകളെയും സ്വന്തം ജീവനെയും വെറുക്കാവിട്ടാൽ ശിഷ്യനായിരിക്ക മുടിയാ. അപ്പൻ അമ്മ സഹോദരി സഹോദരൻ ഭാര്യ മക്കൾ എന്നിവരെ സ്വന്തം ജീവനെ പകച്ചില്ലായെങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. Unless one forsakes his husband, wife, brother, sister, father, mother, and hates his life, he cannot be my disciple. മെയ്யான മെൽക്കിസദേക്കിൻ മുറമയിൻപടി നീ ഒരു ദേവ ഊഴിയക്കാരനാക മാറ്റപ്പെട വേണ്ടുമാനാൽ ഉനക്ക് இந்த പ്രതിഷ്ഠ മുഖ്യം. യഥാർത്ഥമായിട്ടുള്ള മെൽക്കിസേദെക്കിന്റെ വിധത്തിലെ ശുശ്രൂഷകനായി നീ മാറണമോ ഈ പ്രതിഷ്ഠ നിനക്ക് അത്യന്താപേക്ഷിതം. According to real order Melchizedek, if you want to come to this consecrated ministry, you must have this consecration. ഇതുവേ അപ്പോസ്തലിക ഉപദേശം. ഇതാണ് അപ്പോസ്തലിക ഉപദേശം. This is the apostolic doctrine. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. അതിനാൽ നാങ്ങൾ എല്ലാവற்றையும் പകൈത്ത് ദേവനുക്കാக ദേവരാജ്യத்துக்காக വിട്ടു വന്നിരിக்கிறோம். ആകയാൽ അത്രേ ഞങ്ങൾ എല്ലാം പകച്ചവരായി ദൈവരാജ്യത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുന്നത്. Wherefore we forsook everything for the sake of the kingdom of God and came forward. ദേവൻ சொன்னார் நாங்கள் செய்தோம். ദൈവം അരുളി ചെയ്തു, ഞങ്ങൾ അനുസരിച്ചു. God said, we obeyed. ഇതൊരു പൈത്യക്കാർ വേലയല്ല. ഇതൊരു ഭോഷത്വമായ പ്രവൃത്തിയല്ല. This is not a foolish work. ഇതുവേ വേദ വസനം വേദത്തിലെ സത്യം. ഇത് ബൈബിളിലെ തിരുവചന സത്യം മാത്രം. These are the scriptures, the truth in the word of God. ചിലർക്ക് இந்த സത്യം தெரியும் ஆனால் பின்பற்ற முடிகிறதில்ல. ചിലർക്ക് ഈ സത്യം അറിയാമെങ്കിലും അനുസരിക്കുവാനാവുന്നില്ല. Although some know the truth, they're not able to exercise. അവர்கள் മറ്റു വേദവാക്യങ്ങളെ പുരട്ടുகிறது போல ഇവകളെയും തങ്ങൾക്ക് കേടുണ്ടാക പുരട്ടുகிறார்கள். അവർ ശേഷം തിരുവെഴുത്തുകൾ എന്ന പോലെ ഇവയെയും സ്വന്തം നാശത്തിനായി കൊട്ടിക്കളയുന്നു, മാറ്റിമറിക്കുന്നു. Like other scriptures, these people are promoting this also not to make a harm for themselves. ദേവജനമേ സത്യത്തെയും അറിവീர்கள், സത്യം ഉങ്ങളെ വിടുതലയാക്കും. ദൈവജനമേ, നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. Beloved people of God, you shall know the truth, and the truth shall set you നീ free. ഭക്തിയുള്ള ഒരു സന്തതിയാക ഉരുവാകുമ്പടി, ജയാളിയാക മാറുമ്പടി, പരിശുദ്ധവാനാക ആൺപിള്ളയാക നീ മാറുമ്പടിയാക ഇതോ ദേവൻ ഉനക്ക് സത്യത്തെ വെളിപ്പെടുത്തുക. നീ ഒരു ഭക്തിയുള്ള സന്തതിയായി, ജേതാവായി, നീ ഒരു ആൺകുട്ടിയായി, ഒരു വിശുദ്ധ സന്തതിയായി മാറേണ്ടതിന് ഈ സത്യങ്ങൾ ഇതാ ദൈവം നിനക്ക് ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. Behold, the Lord is revealing this truth unto you, in order to become a victorious child, to be a man child, to be a godly and holy seed. അരുമയാണ് ദേവജനമേ, നീ എங்கே കാണപ്പെടുகிறாய்? പ്രിയ ദൈവജനമേ, നീ ഇപ്പോൾ എവിടെയാണ് കാണപ്പെടുന്നത്? Beloved child of God, where are you now? നീ എங்கേയോ ഐക്യപ്പെട്ട് ദേവനുடைய വരുകയിൽ പോകലാം എന്ന് നിனைക്കാതെ എവിടെയോ കൂട്ടായ്മ പുലർത്തിക്കൊണ്ട് ദൈവ കർത്താവിന്റെ വരവിൽ പോകാമെന്ന് മാത്രം നീ ചിന്തിക്കരുത്. If you are selfish someone, don't misconceive. You can be taken up at the coming of the Lord. வரவேண்டிய இடத்தில் வந்தால் மட்டும்தான் உனக்கு செய்ய வேண்டியவர் செய்ய வேண்டிய பகுதியை செய்வார். നീ എത്തേണ്ടടുത്ത് എത്തിയാൽ മാത്രമേ നിനക്ക് ചെയ്യേണ്ടത് ചെയ്യുവാൻ അവന്
സാധ്യമാകൂ. If you arrive at the proper destination only, what is to be rendered unto you shall be redeemed for you. இந்த பிரதிஷ்டையில் வந்த பரிசுத்த யோவான் இதே குறித்து என்ன சொல்லுகின்றார்? ഈ പ്രതിഷ്ഠയിൽ വന്ന വിശുദ്ധ യോഹന്നാൻ ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? Saint John, who came to this fellowship, what does he say? நீங்கள் எங்களோட ஐக்கியமுள்ளவராயிருக்க வேண்டும். നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ കൂട്ടായ്മയുണ്ടാകണം. You must have fellowship with us. நாங்கள் கண்டும் கேட்டுமுள்ளதை உங்களுக்கு அறிவிக்கிறோம். எங்களுடைய ஐக்கியம் பிதாவோடும் കുമാരനോടുമായി இருக்கிறது. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനോടും അത്രേ. What we have heard and seen, we just inform unto you. We maintain fellowship with the Father and the Son. ஆனபடியால் பரிசுத்த யோவானே போன்ற பிரதிஷ்ഠிக்கப்பட்ட ஊழியர்களோடு ஐக்கியப்பட்டு மெய்யான உபதேசத்திலே நாம் ஜீவித்து പരിശുദ്ധമാക്കപ്പെട്ട ആവിയാത്മ ശരീരത്തെ ഒപ്പടയ്പോമാക. ആകയാൽ വിശുദ്ധ യോഹന്നാനെ പോലുള്ളതായ യഥാർത്ഥമായ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്കപ്പെട്ട് ദേഹം ദേഹിയാത്മാ വിശുദ്ധീകരിക്കപ്പെടുവാൻ സമർപ്പിക്കാം. Therefore let us come to true fellowship like that of Saint John. Let us come to houses to be sanctified in the body, soul and the spirit. ഇവിധமாக നീ സത്യത്തിക്കാக ഉന്നെ നീ ഐക്യപ്പെടുത്തുമ്പോൾ ഇങ്ങനെ വിധമായ സത്യത്തോട് നീ ബന്ധം പുലർത്തുമ്പോൾ as cement in the affinity with the truth, എതിർപ്പുകൾ പ്രശ്നങ്ങൾ പെരുകും. പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ നിനക്ക് വർദ്ധിച്ചേക്കാം. there shall be complexity of problems in your life. പോനാലും இந்த டிபிஎம்നോട് சேராதே என்று அவர்கள் சொல்லுவார்கள். നീ മറ്റെവിടെ പോയാലും വേണ്ടതില്ല, ഈ ടിപിഎമ്മിൽ മാത്രം പോകരുതെന്ന് അവർ പറഞ്ഞേക്കും. They will tell you, wherever you go, no matter, please don't go to the Pentecostal mission. வரவேண்டிய இடத்தில் வந்தாதான் செய்ய வேண்டியவர் உனக்கு செய்ய வேண்டிய பகுதியை செய்வார். നീ എത്തേണ്ടിടത്ത് എത്തിയാലേ ചെയ്യേണ്ടവൻ നിനക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തു തരൂ. When you arrive at the proper place only, what is to be rendered unto you shall be done for you. தீட்டுப்படுவாளாக எங்கள் கண்கள் அது பார்ப்பதாக என்று சொல்லி அநேக ஜாதியார் உனக்கு விரோதமாக കൂടിയിരിக்கிறார்கள். ഞങ്ങളുടെ കണ്ണ് കണ്ട് രസിക്കേണ്ടതിന് സിയോൻ പുത്രി മലിനയായി തീരട്ടെ എന്ന് പറയുന്ന അനേക ജാതികൾ ഇപ്പോൾ നിനക്ക് വിരോധമായി ചുറ്റും കൂടി നിൽക്കുന്നു. Many Gentiles have gathered around you and they keep on saying that Zion is defiled. We are going to enjoy with our own eyes. പ്രതിഷ്ഠിക്കപ്പെട്ട അപ്പോസ്തലിക ഐക്യത്തിൽ അപ്പോസ്തലിക ഉപദേശത്തിൽ ഐക്യപ്പെടുങ്ങൾ. പ്രതിഷ്ഠിക്കപ്പെട്ടതായ അപ്പോസ്തലിക കൂട്ടായ്മയിൽ ഉപദേശത്തിൽ നിങ്ങൾ ഐക്യപ്പെടുവീൻ. Come into the fellowship of the true apostolic doctrine and the consecrated ministers and ministry. ചിലർക്ക് ഞങ്ങൾ വിവാഹം ചെയ്യാത്ത വിഷയത്തിൽ ரொம்ப എരിച്ചിൽ. ചിലർക്ക് ഞങ്ങൾ വിവാഹം കഴിക്കുന്നില്ല എന്നോർത്താണ് വലിയ നീരസവും ഈർഷ്യയും. Some people are annoyed that we are not taken to marriage. எங்களுடைய பரிசுத்த ஜீவியத்துக்கு விரோதமாக அவன் அபத்தூர் செய்து அபத்தூர் பேசுகின்றார்கள். ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തിനെതിരായി അവർ ദുഷിച്ച് നിന്ദിച്ച് സംസാരിക്കുന്നു. Against the sanctified and holy life, they keep on speaking slanderous and ridiculous comments. അരുമയാന ദേവജനമേ, ദേവ സമൂഹത്തിൽ ഞങ്ങൾ ഒരു കാര്യം சொல்லட்டுமா? ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പരിശുദ്ധ ജീവിയം ചെയ്യുകിன்றோம். പ്രിയ ദൈവജനമേ, ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ നയിക്കുന്നത് ഒരു വിശുദ്ധ ജീവിതമത്രേ. Beloved people of God, let's make one thing clear before you. In our residences we extend a holy life. ആണും പെണ്ണും എപ്പോഴും കൂടെ ഒരു വീട്ടിൽ തങ്ങലാം എന്ന് കേൾവിയെ എളുപ്പുகிறார்கள். അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ എങ്ങനെ ഒരു ഭവനത്തിൽ ഒരുമിച്ച് പാർക്കുമെന്ന ചില ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ ഉദിക്കുന്നു. People are asking questions, how can the same home people as in male and female live together? ഞങ്ങൾ ആൺകളുമല്ല പെൺകളുമല്ല. ആദ്യമേ പറയട്ടെ, ഞങ്ങൾ സ്ത്രീ പുരുഷന്മാരല്ല. The first contest make it clear we are neither men nor women. പെണ്ണുമല്ല. നീയും സ്ത്രീയോ പുരുഷനോ അല്ല. You are neither male nor female. ഗലാത്യർ 3:26 വചനത്തെ നാം വാസിക്കുമ്പോൾ ഗലാത്യ ലേഖനം 3:26 വായിക്കുമ്പോൾ, Coming to Galatians chapter 3 verse 26. ജ്ഞാനസ്നാനം എടുത്ത യാവരും ക്രിസ്തുവേശുവുക്കുൾ വിശ്വാസത്തിനാൽ ദേവപുത്രകൾ ആയി മാറ്റപ്പെട്ടാர்கள். ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെല്ലാം വിശ്വാസത്താൽ ദൈവപുത്രന്മാരായി മാറിക്കഴിഞ്ഞു. For as many of you who are baptized into Christ have become the sons of God. ജ്ഞാനസ്നാനം என்ன? ജലസ്നാനം എന്നാൽ എന്താണ്? What is this water baptism? തണ്ണീരിൽ മുക്കി വിടുகிறതല്ല. വെറുതെ വെള്ളത്തിൽ മുക്കി വിടുകയല്ല. Just simply plunging into the water and coming out. മറ്റുള്ളവர்கள் ജ്ഞാനസ്നാനം കൊടുത്താൽ அந்த സ്നാനത്തെ അഴിത്ത് ഉണ്മയാണ് ജ്ഞാനസ്നാന സത്യത്തെ ചൊല്ലി അവനക്ക് തിട്ടപ്പെടുത്തി ജ്ഞാനസ്നാനത്തെ കൊടുക്കിன்றோம். അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ കീഴിൽ സ്നാനപ്പെട്ടവരെങ്കിലും അവർക്ക് സത്യത്തെ ശരിയായി ബോധ്യപ്പെടുത്തി ആ സ്നാനം അഴിപ്പിച്ച് വീണ്ടും യഥാർത്ഥ സ്നാനം നൽകുന്നത്. Therefore, even though some people already take water baptism, we exhort them about the correct baptism. We ask them to mend their ways. They are rebaptized.
ஞானஸ்நானத்தில் நீ தேவபுத்திரனாக புத்திரியாக மாற்றப்படுகிறார். ജലസ്നാനത്തിൽ നീ ഒരു ദൈവപുത്രനായി ദൈവപുത്രിയായി മാറുന്നു. At water baptism, he became a son or a daughter of God. வெள்ள white towel. ഇത് ഒരു വെള്ള കർച്ചീഫ്. This is a white towel. இப்ப சிவப்பு பெயிண்டில் நான் முக்கி எடுத்தால், ഞാനിത് ചുവപ്പ് പെയിന്റിൽ മുക്കി എടുത്താൽ, Suppose I dip it in red one. இதனுடைய நிறம் என்ன? ഇതിന്റെ നിറം എന്താണ്? What would be the color of this சிவப்பு one? நிறம். അത് ചുവന്ന നിറം. It becomes red. white மாறிவிட்டது. ആ വെള്ള മാറിക്കഴിഞ്ഞു. White is over. பாவியாய மனிதனாகிய நீ, പാപിയായ മനുഷ്യനായിരുന്ന നീ, You who are a sinner, உன்னுடைய கர்ம பாவத்தை அறிக்கை செய்து നിന്റെ കർമ്മപാപങ്ങൾ ഏറ്റുപറഞ്ഞ്, if you confess your physical sins, கர்த்தராகிய இயேசு கிறிஸ்துவின் சிலுவையை விசுவாசித்து, യേശുവിന്റെ കാൽവരി ക്രൂശിനെ വിശ്വസിച്ച്, believe the death of Lord Jesus Christ on the cross of Calvary, நீதியை பெற்றுக்கொண்டு, ആ കാൽവരി ക്രൂശിലെ നീതിയെ പ്രാപിച്ച്, putting on the righteousness from Calvary, குமாரன் பரிசுத்தாவின் நாமத்தில் முழுக்க ஞான ஸ்நானம் எடுக்கும் போது, പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുഴുകൽ സ്നാനം സ്വീകരിക്കുമ്പോൾ, as you take water baptism in the name of the Father, the Son, and the Holy Spirit, നിന്നെ ദേവപുത്രനാക ദേവൻ മാറ്റി പരലോകം അംഗീകരിച്ചത്. ദൈവം നിന്നെ ദൈവപുത്രനാക്കി മാറ്റുന്നു, സ്വർഗം അത് അംഗീകരിക്കുന്നു. the Lord changes you the Son of God. You are approved of by heaven. மறுபடியும் நீ பாவம் செய்யாமல் இருக்கும்படியாக, പിന്നെയും പാപം ചെയ്യാതിരിക്കേണ്ടതിന്, In order not to commit sin again, இயேசுவின் மேல் பரலோகத்தில் இருந்து புறா இறங்கினது போல, യേശുവിന്റെ മേൽ സ്വർഗത്തിൽ നിന്ന് പ്രാണിറങ്ങിയതുപോലെ, as the dove came upon Lord Jesus Christ from heaven, பரிசுத்தாவின் அபிஷேகத்தினால் உன்னை நிரப்பி பரிசுத்தவான்களுடைய ஐக்கியத்தில் ஐக்கியப்படுத்துகிறார். ദൈവം നിന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ കൊണ്ടുവരുന്നു. you are filled with the power of the Holy Spirit of God and brought to the fellowship of the saints of God. விசுவாசத்தில் நாம் தேவபுத்திரர்கள். നാം വിശ്വാസത്തിൽ ദൈവപുത്രന്മാർ. In faith, we are the sons of God. ഗലാത്യർ 3-ാം 26-ാം വചനത്തെ വാസിയുங்கள். ഗലാത്യർ 3:26 വായിച്ചു. Galatians 3:26. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. நீங்கள் எல்லாரும் கிறிஸ்து இயேசுவை பற்றும் விசுவாசத்தினால் நீங்கள் எல்லோரும் கிறிஸ்துவேசுவின் விசுவாசத்தினால தேவனுடைய புத்திரராய் இருக்கிறீர்கள். தேவனுடைய புத்திரர்கள், மக்கள் அல்ல, മക്കൾ എന്നല്ല, Not children, but தேவபுத்திரர்கள். ദൈവപുത്രന്മാർ. You are not children, but sons தேவ of God. சத்தியத்தை கவனியுங்கள். ദൈവത്തിന്റെ സത്യം ശ്രദ്ധിപ്പീൻ. Listen to the truth of God. அதனாலதான் எங்கும் போய் ஞானஸ்நானம் எடுக்காத. ആകയാൽ എവിടെയെങ്കിലും പോയി സ്നാനപ്പെടരുത്. If you don't get baptized going anywhere, சரியான ஞானஸ்நானம் எடுக்காதவங்க நாளைக்கு ஞானஸ்நான ஆராதனையுണ്ട്, வந்து മുങ്ങിക്കൊള്ളുங்க. യഥാർത്ഥ സ്നാനം സ്വീകരിക്കാത്തവർ നാളെ യഥാർത്ഥ ജലസ്നാന ആരാധനയുണ്ട്, വന്ന് മുഴുകൽ സ്നാനമേൽപ്പീൻ. those who have not taken the real baptism, tomorrow that service is there, come and நீ take that சரியாக baptism. மரிக்காவிட்டால், ஒரு மரணம் உனக்குள் கிரியை செய்யாவிட்டால், மாம்சத்தின் ஜீவன் உனக்குள்ள எழும்பி உன்னை മാംസികനാக മരமாக മാറ്റിവിടും. ഒരു ശരിയായ മരണം നിന്റെ ഉള്ളിൽ വന്നില്ല എങ്കിൽ ആ ജഡത്തിന്റെ ജീവൻ നിന്നിൽ വ്യാപരിച്ച് നിന്നെ ജഡികനാക്കി ഒരു മരമാക്കി മാറ്റിക്കളയും. Unless you are in the strict fashion, it is this, the power of the death will come into you. That's a translative and a man full of death. പഴയ ഏർപ്പാട്ടിൽ പാർക്കും പൊഴുത് പഴയ നിയമത്തിൽ നോക്കുമ്പോൾ When we think about the Old Testament, പല പണിമുട്ടുകളുണ്ട്. സമാഗമന കൂടാരത്തിൽ വിവിധ ഉപകരണങ്ങളുണ്ട്. the tabernacle, the congregation, plenty of മരത്തിനാൽ instruments were ചെയ്യപ്പെട്ട there. പണിമുട്ടുകളും മരമില്ലാமல் ചെയ്യപ്പെട്ട പണിമുട്ടുകളും. മരം കൊണ്ട് നിർമ്മിതമായവും മരം ഉപയോഗിക്കാത്തവയും. Instruments with wood and without wood. മരം என்பது മനുഷ്യ ബലവീനത്തെ വെളിപ്പെടുത്തുகிறது. മരം എന്നത് മാനുഷിക ദൗർബല്യങ്ങളെ കാണിക്കുന്നു. Wood speaks about human weakness, പല കുറവുകൾ, പല കുറവുകൾ, shortcomings, പല പാപം ചെയ്യக்கூடிய തന്മ, പാപത്തിന്റേതായ പ്രേരണകൾ, sinful insinuations, മാംസീയ ബലവീനങ്ങൾ, ജഡിക ദൗർബല്യങ്ങൾ. fleshy infirmities. അതുതാൻ മരം. അതാണ് മരം. That's wood. നീ കൂടാരത്തുക്കുൾ വരും പൊഴുത് നീ സമാഗമന കൂടാരത്തിനുള്ളിൽ വരുമ്പോൾ As you come into the congregation, പൊന്നിനാൽ പൊതിയ വേണ്ടും. പൊന്നുകൊണ്ട് അത് പൊതിയണം. that must be overlaid with gold. ഇനി മരത്തെ നീ പാർക്കലാകാതെ ഇനി പുറമേ മരം കാണുകയില്ല. You cannot see wood പശും outwardly. പൊന്നിനാൽ ഒരു തകിട്ടിനാൽ ഉന്നെ മൂട വേണ്ടും. നിർമ്മല തങ്കം കൊണ്ടുള്ള തകട് കൊണ്ട് നിന്നെ പൊതിയണം. He must be overlaid with the pure gold. അന്ത പൊന്നുതാൻ മഹാപരിശുദ്ധ വിശ്വാസം. ആ പൊന്നാണ് അതിവിശുദ്ധ വിശ്വാസം. That pure gold is the most precious gold. ஞானஸ்நான சத்தியத்தின் மூலமாகவும் ജലസ്നാന സത്യത്തിലൂടെയും Through the doctrine of water baptism, பரிசுத்த
പിതാവിൻ അഭിഷേകത്തിൻ മൂലമാகவும் പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ through the power of the Holy Spirit of God, മഹാപരിശുദ്ധ വിശ്വാസത്തിൽ പ്രവേശിച്ചു. അതിവിശുദ്ധ വിശ്വാസത്തിലേക്ക് പ്രവേശിച്ചു. we entered the most precious faith. വിശ്വാസത്തിനാൽ നാം ദേവപുത്രர்கள். നാം വിശ്വാസത്താൽ ദൈവപുത്രന്മാർ. By faith, we are the sons of God. നമ്മുടെ മനത് ദേവപുത്രത്വത്തിൻ മനത്. നമ്മുടെ മനസ്സെന്നത് ദൈവപുത്രന്മാർ എന്ന മനസ്സ്. Our mind is being the mind of the sons of God. ദേവപുത്രர்கள் ആരാണ് ദൈവപുത്രന്മാർ? Who are these sons of God? യോവാൻ 3:19 വാസിക്കും പൊഴുത് യോഹന്നാൻ 3:19 Correctly, John's Gospel, chapter 3, verse 19. ദേവവസനം പറ്റവர்களே ദേവപുത്രர்கள். ദൈവവചനം ലഭിച്ചവരത്രേ ദൈവത്തിന്റെ പുത്രന്മാർ. Those who got the word of God are the sons of God. ജ്ഞാനസ്നാനം എന്നതാണ് വസനത്തെ നീ പെറ്റിരുപ്പതിനാൽ സ്നാനം എന്നതായ വചനം നിനക്ക് ലഭിച്ചിരിക്കുകയാൽ As you got this word of God, which is water அந்த baptism, വസനത്തെ നീ അറിക്കയിടുகிறതിനാൽ ആ വചനം ഏറ്റുപറയുന്നതിലൂടെ as you confess that word of നീ God, എന്നെ അറിക്കയിടുகிறாய். നീ എന്താണ് ഏറ്റുപറയുന്നത്? what is your confession? ഇനി പാപം ചെയ്യാமல் പാപ ശരീരം ഒഴിഞ്ഞു പോകും പൊരുട്ടാക പഴയ മനുഷ്യൻ അവനോടുകൂടെ സിലുവയിൽ അറൈന്തോ. ഇനി പാപം ചെയ്യാതിരിക്കേണ്ടതിന് പാപമനുഷ്യന് നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിച്ചു. The old man is crucified with him in order not to commit sin in this physical body. ഇനി ഞാനല്ല ക്രിസ്തുവേ എനിക്കുൾ പിഴത്തിരിക്கிறார். ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. Not I, but Christ liveth in me. ഞാൻ മരിത്തേ, ഞാനോ മരിച്ചു, I'm dead. നീതിക്കാக പിഴത്തിരിக்கிறேன். ഞാൻ നീതിക്കായി ജീവിച്ചിരിക്കുന്നു. I'm alive unto righteousness. ജ്ഞാനസ്നാന സത്യം. ഇതാണ് ജലസ്നാന സത്യം. This is the truth of water baptism. അറിക്കയിടും പോലെ ഇത് ഏറ്റുപറയുമ്പോൾ As we confess this, ദേവപുത്രത്വം നമ്മിൽ വളരുകിன்ற ദൈവപുത്രത്വം നമ്മിൽ വളരുന്നു. the adoption of the Son of God grows in us. ദേവപുത്രത്വത്തിൻ മനത്. എന്റെ മനസ്സ് ദൈവപുത്രത്വത്തിന്റെ മനസ്സ്. My mind is that of the Son of God. പാപം പ്രവേശിക്ക മുടിയാ. എന്റെ മനസ്സിൽ പാപം വരുവാനാവില്ല. Sin cannot enter the mind anymore. പാപത്തിന് ഞാൻ മരിച്ചു. I'm dead to sin. ഇതൊരു ഡെഡ് ബോഡി എന്ന് வைத்துக் കൊള്ളുங்க. ഇതൊരു മൃതദേഹം എന്നിരിക്കട്ടെ. Imagine this is a corpse. ഡെഡ് ബോഡി പാപം ചെയ്യ മുടിയുമോ? ഈ മൃതദേഹം പാപം ചെയ്യുമോ? Can the dead body commit ഒരു sin? സിഗരറ്റ് പത്തിട്ട് അതിന്റെ വായിൽ വെച്ചാൽ അത് ഇഴുക്കുമോ? ഒരു സിഗരറ്റ് കത്തിച്ച് വായിൽ വെച്ചാൽ അത് വലിക്കുമോ? If you light a cigarette, keep it on the mouth, will it have it? അടിച്ചാൽ തിരുപ്പി അടിക്കുമോ? ആ മൃതദേഹത്തെ അടിച്ചാൽ തിരിച്ചടിക്കുമോ? If it is smite, will it അതിന്റെ retaliate? മുഖം മാറുമോ? അതിന്റെ മുഖഭാവം മാറുമോ? Will the countenance be ഡെഡ് changed? ബോഡിയെ ഞാൻ பார்த்திருக்கிறேன், ரொம்ப சிரிப்பா இருப்பாங்க. ചില മൃതദേഹം കണ്ടിട്ടുണ്ട്, പുഞ്ചിരിയോടെ കിടക്കും. Some dead bodies will be smiling അവർ faces. ദേവനെ பார்த்து പരലോകത്തിൽ പോയി വിട്ടാர்கள். ദൈവത്തെ കണ്ടുകൊണ്ട് അവർ സ്വർഗരാജ്യത്തിൽ ചെന്നെത്തി. Because beholding God, they entered the kingdom of God. ഒരുവർ சொன்னார், ഒരാൾ പറഞ്ഞു, One person said, ஸ்தோத்திரம், இதோ இயேசு என்னை அழைக்கிறார், நான் போறேன். ஸ்தோத்திரம் 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 போய் விட்டார். സ്തോത്രം, ഇതാ യേശു എന്നെ വിളിക്കുന്നു, ഞാൻ പോകുന്നു, സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് താൻ പോയി. he said, praise the Lord, behold Jesus standing, he calls me, praise the ആ Lord. He ഡെഡ് went ബോഡിയെ பார்த்தேன். ആ മൃതദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചു. looking at the dead body. യേശുവെ பார்த்த போதுള്ളതാണ് அந்த சந்தோஷம் அவனுடைய ശരീരത്തിലും കാണപ്പെട്ടത്. യേശുവിനെ കണ്ടപ്പോഴുണ്ടായിരുന്ന സന്തോഷം ആ മൃതദേഹത്തിൽ അപ്പോഴും ഉണ്ടായിരുന്നു. Even the dead body, there was a joy that he met when he met അവനെ Jesus. നാം അടിച്ചാൽ, അവനെ അടിച്ചാൽ, Even if he smite him, അവനെ തുപ്പിനാൽ, അവന്റെ മുഖത്ത് തുപ്പിയാൽ, will he spit upon അവൻ his തിരിച്ച് face? തുപ്പുവാനാ? അവൻ തിരിച്ചു തുപ്പുമോ? Will he spit അവൻ upon എന്നാ you? சொல்லுவாൻ? അവൻ എന്തായിരിക്കും പറയുക? What will he say? எனக்கு വായുണ്ട്, വായുണ്ട്, I have the mouth, കണ്ണീരുണ്ട്, കണ്ണീരുണ്ട്, there is water, കൈയുണ്ട്, കൈയുണ്ട്, there is hand, ആനാ ക്രിയ ചെയ്യக்கூடிய ജീവനില്ല. പ്രവർത്തിക്കാനുള്ള ജീവൻ എന്നിലില്ല. there's no life to ഞാൻ function. മരിത്തேன், ഞാൻ മരിച്ചു, I am dead. എന്നാல തിരുപ്പി ഒന്നും ചെയ്യ മുടിയാതെ. എനിക്ക് പ്രതികരിക്കാനാവില്ല. I cannot retaliate. ഇതേ നീ അറിക്കയിടും പോലെ ഇത് ഏറ്റു പറയുമ്പോൾ, As you ഞാൻ confess this, പാപத்துக்கு മരിத்தேൻ, ഞാൻ പാപത്തിന് മരിച്ചു, I am dead to ഞാൻ sin, കോപத்துக்கு മരിത്തேൻ, ഞാൻ കോപത്തിന് മരിച്ചു, I am dead to ഞാൻ anger, പൊറാമയ്ക്ക് ഞാൻ മരിത്തேൻ, അസൂയയ്ക്ക് മരിച്ചു, I am dead to jealousy, എല്ലാ പാപ സ്വഭാവങ്ങൾക്കും മരിത്തേൻ സകല പാപത്തിനും ഞാനിതാ മരിച്ചു I am dead to all sins. എന്ന് சொல்லும்போது കൽവാരിയിൽ ഇരുന്ന് നീതിയാനത് ഉന്നെ സന്ധിയും. എങ്ങനെ പറയുമ്പോൾ കാൽവറിയിലെ നീതി നിന്നെ എതിരേൽക്കും. As you confess so from Calvary, righteousness shall come unto you. മാറ്റപ്പെടുവാൻ. നീയോ ദൈവപുത്രനായി മാറും. You shall become the son of God. ദേവപുത്രൻ അവൻ മഹിമയിൽ വെളിപ്പെടുവാൻ. ദൈവപുത്രൻ തേജസ്സിൽ വെളിപ്പെടും. The Son of God shall appear in glory. ദേവപുത്രൻ
தேவபுத்திரராக நாம் காணப்பட வேண்டும். നാം ദൈവപുത്രരായി കാണപ്പെടണം. We must be seen, the sons of God. യവനനുമില്ല ഗ്രേക്കനുമില്ല. ഇതിൽ യഹൂദനെന്നോ യവനനെന്നോ ഇല്ല. Neither Jew nor Greek. അടിമയെന്നും ദാസനുമെന്നും ഇല്ല. ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല. Neither free nor bond. ആണുമില്ല പെണ്ണുമില്ല. ആണെന്നോ പെണ്ണെന്നോ ഇതിലില്ല. Neither male nor female. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ஆணும் பெண்ணும் சொன்னால் அர்த்தம் என்ன? ആൺ പെണ്ണെന്നാൽ അർത്ഥം എന്താണ്? What's meant by male and female? ஆணினுடைய தன்மையை வெளிப்படுத்தக்கூடிய மாംസം இல்ல. പുരുഷത്വം വെളിപ്പെടുത്തുന്നതായ ജഡം അതിലില്ല. Does the flesh to reveal அந்த the male மாம்சத்துக்கு nature? நான் மரித்தேன். ആ ജഡത്തിന് ഞാൻ മരിച്ചു. I am dead to that flesh. ஒரு பெண்ணை பார்த்தால் எனக்கு மாம்சமானது கிரியை செய்யலாக. ഒരു സ്ത്രീയെ കാണുമ്പോൾ എനിക്ക് ജഡം പ്രവർത്തിക്കരുത്. If you look at a woman, my flesh should not function. மறுபடியும் மாம்சத்துக்கு அடிமையாக இருக்கும்படி நான் மாம்சத்துக்கு கடனாளி அல்ல. പിന്നെ ഈ ജഡത്തിന് അടിമയാകുവാൻ ഞാൻ ജഡത്തിന് കടക്കാരനല്ല. I am not into the flesh to be enslaved to sin. இதுதான் ஞான ஸ்நானம். ഇതാണ് ജലസ്നാനം. This is what இந்த baptism. சத்தியத்தை அறிக்கை செய்கிறீர்களா? ഈ സത്യം നിങ്ങൾ ഏറ്റുപറയാറുണ്ടോ? Are you confessing this இந்த doctrine? சத்தியத்தை பின்பற்றுகிறீர்களா? ഈ സത്യം അനുഗമിക്കാറുണ്ടോ? Are you following this truth? இந்த தேவபுத்திரத்தில் நீ வளருகிறாயா? ഈ ദൈവപുത്രൻ എന്ന അവസ്ഥയിൽ വളരുന്നുണ്ടോ? I grow in the sonship of God. அப்படிப்பட்டவர்கள் അങ്ങനെയുള്ളവർ Such. எங்க இருந்தாலும் பாவம் செய்ய மாட்டார்கள். അവരെവിടെയായിരുന്നാലും പാപം ചെയ്യുകയില്ല. Wherever they are, they will அப்படிப்பட்ட not ஒரு commit sin. மேன்மையான ஜீவியம் நாங்கள் செய்கின்றோம். അങ്ങനെ ഒരു ഉന്നത ജീവിതം ഞങ്ങൾ നയിക്കുന്നു. We are extending that kind of exemplary life. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the Lord. அதனால நாங்கள் என்ன செய்கிறோம்? ആകയാൽ ഞങ്ങൾ ചെയ്യുന്നത് பரலோக ராஜ்யம் நிமித்தம் സ്വർഗരാജ്യ നിമിത്തം For the sake of the kingdom of God, தேவன் சொன்னபடி ദൈവം കൽപ്പിച്ച പ്രകാരം according to the direction of God, அன்னக தத்துவத்தை நாங்கள் பாதுகாத்து ஜீவிக்கிறோம். ഒരു ഷണ്ണത്വം ഞങ്ങൾ സൂക്ഷിക്കുന്നു. we follow being eunuchs. இது தேவனுடைய பிரமாணம். ഇത് ദൈവത്തിന്റെ പ്രമാണം. This is the law of God. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the Lord. மத்தேயு 19 அதிகாரம் 12 வசனத்தை படிக்கும் போது മത്തായി 19:12 Matthew's பரலோக chapter 9 ராஜ்யம் 12. நிமித்தம் സ്വർഗരാജ്യ നിമിത്തം For the sake of the kingdom of சியோன் God, எருசலேமுக்காக സിയോൻ യെരൂശലേമിനായി for the sake of Jerusalem and தேவ Zion, ஊழியர்கள் மட்டும் ദൈവ ശുശ്രൂഷകർ മാത്രം no case of God alone, அன்னக பிரதிஷ்டையில் காணப்பட வேண்டும். അവർ ഷണ്ണന്മാരെന്ന പ്രതിഷ്ഠയിലാകുന്നു. they should preserve the consecration of being eunuchs. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the இது Lord. உங்கள் புத்தகத்தில் இல்லையா? ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ലായോ? Don't you have this in your இது book? நீங்கள் வாசித்தது இல்லையா? ഇത് വായിച്ചിട്ടേ ഇല്ലയോ? Haven't you ever read this? பரலோக ராஜ்யம் நிமித்தம் സ്വർഗരാജ്യ നിമിത്തം For the sake of the kingdom of அன்னக God, பிரதிஷ்டையில் காணப்படுகிறார்கள். ഷണ്ണന്മാരായി തീരുന്ന പ്രതിഷ്ഠയിലായിരിക്കുന്നു. they preserve the consecration of being அவ்விதமாக eunuchs. தேவன் எங்களை அழைத்தபடியினால் അങ്ങനെ ദൈവം ഞങ്ങളെ വിളിച്ചതിനാൽ As God has called us so, ഞങ്ങൾ ஜீவியம் இல்லாமல் ஜீவிக்கிறோம். ഞങ്ങൾ വിവാഹേതര ജീവിതം നയിക്കുന്നു. we don't observe life without marriage. இந்த ஜீவியத்தில் எங்களுக்கு ஒரு சூடுமில்ல ஒன்றுமில்ல. ഈ ജീവിതത്തിൽ ഞങ്ങൾ വേഗുന്നില്ല, വിഷമിക്കുന്നില്ല. We are not bored and parched in this life. விவாகம் செய்யவில்லையே என்று சொல்லி நாங்கள் துக்கப்படுகிறது இல்ல. വിവാഹമില്ലാതെ പോയില്ലെന്നോർത്ത് വിഷമിക്കുന്നതേ ഇല്ല. We are worried about we இந்த haven't been married. ஜீவியமே எங்களுக்கு ஒரு மகா சந்தோஷமான ஜீவியம். ഈ ജീവിതം ഞങ്ങൾക്ക് അത്യാനന്ദദായക ജീവിതം. Because this is really a joyful life of ours. சீயோனாக மாற்றப்பட ഈ வேண்டுமானால் സിയോനായി In order മാറണമെങ്കിൽ to be Zion, பரலோக ராஜ்யம் நிமித்தம் மன்னகனாக நீ மாற்றப்பட வேண்டியது தேவ சத்தியம். നീ സ്വർഗരാജ്യ നിമിത്തം ഷണ്ടനാകണമെന്നുള്ളത് ദൈവം കൽപ്പിച്ച സത്യം. it is a commandment of the doctrine of God. You must become a eunuch for the sake of the kingdom of God. இராவிட்டால் ഈ ഷണ്ണത പ്രതിഷ്ഠ കൂടാതെ If you don't have this ஒருவனும் consecration of eunuch, சீயோனாக மாற முடியாது. ആരും സിയോനായി തീരുകയില്ല. you cannot become Zion. அந்த தூதன் அங்க போக பிரயாசப்பட்டார். ദൂതൻ അവിടെ പോകുവാൻ ശ്രമിച്ചു. The angel labored to go there. அதிகாலையின் மகனாகிய வெடிவெள்ளி ആ അരുണോദയപുത്രനായ ശുക്രൻ Morning star, the son of the morning, அவன் அங்க போக பிரயாசப்பட்டான். അവൻ അവിടെ ചെല്ലുവാൻ ശ്രമിച്ചു. he endeavored to go there. எந்த வெடிவெள்ளியும் அங்க போக முடியாது. ഒരു അരുണോദയപുത്രനും ശുക്രനും അവിടെ ചെല്ലില്ല. No morning star can go there. நீ பெரிய நட்சத்திரமாய் இருக்கலாம். ഈ വലിയ നക്ഷത്രമായിരിക്കും. He will be a large நீ star. சுற்றி 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 கீழே விழுவாய். നീ ചുറ്റിക്കറങ്ങി താഴെ വീഴുകയേ ഉള്ളൂ. You will drum about and fall அன்னக down. பிரதிஷ்டையில் ஜீவியம் செய்தார். ഷണ്ണത പ്രതിഷ്ഠാ ജീവിതം നയിച്ചാൽ If you maintain the இந்த consecration of the ஜீவியத்தை eunuch, பாதுகாத்த ഈ ജീവിതം സൂക്ഷിച്ച് preserving this தேவ life, சித்தம் செய்த ദൈവ ഇഷ്ടം ചെയ്ത് executing the will ஓய்வு of God, நாட்களை ஆசரித்து
ആ ശബ്ബത്ത് ആചരിച്ച് observing Sabbath, അവരുടെ വഴിയിൽ നടന്നാൽ, അവന്റെ വഴിയിൽ നടന്നാൽ, walk according to the ways of ദേവനുടെ God. ആലയത്തിൽ കുമാരൻ കുമാരത്തികളെ പാർക്കിലും ദൈവത്തിന്റെ മതിലകത്ത് പുത്രി പുത്രന്മാരെക്കാൾ വരിയായി More than the sons and daughters in the temple of God. മേന്മயான ഇടത്തെയും എന്തുമഴിയാത്ത നിത്യനാമത്തെയും ഉനക്ക് അരുളുവാൻ ശ്രേഷ്ഠമായ നാമം ജ്ഞാപകം ശാശ്വത കീർത്തി അവൻ നിനക്ക് നൽകും. God shall give you everlasting life and eternal fame for you. സിയോൻ എவ்வளவு മേന്മ, സിയോൻ എത്രയോ ശ്രേഷ്ഠമായ Really, Zion is excellent. സിയോൻ ഇല്ല എന്റെ ഒരു വാർത്ത നീ ചൊല്ലി തള്ളി വിടലാം. സിയോനില്ല എന്ന് വെറുതെ നീ പറഞ്ഞു വിട്ടേക്കാം. Don't deny saying there's no Zion. മുടിഞ്ഞു പോച്ച് സിയോൻ ഇല്ലേ, സിയോനില്ലെന്ന് പറഞ്ഞു തീർന്നു. No Zion, it is over. ഒരുത്തൻ சொன்னா, ഒരുത്തൻ പറഞ്ഞു, One person said, നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിരിക്ക ആണ്ടവർ ഇല്ലേ, നിങ്ങളുടെ ബൈബിളിൽ ദൈവം in എഴുതിയിരിക്കുന്നത് the Bible it is written there's no God. ഉങ്ങൾ ബൈബിളിലെ എഴുതിയിരിക്ക നിങ്ങളുടെ ബൈബിളിലുണ്ട് ദൈവമില്ലെന്ന്. In your Bible it is written ദേവനില്ലേ, ദൈവമില്ല. there is no God. എങ്ക എഴുതിയിരിക്ക, എവിടെയാണ്? Where is it written? അതിന്റെ അന്തപക്കവും വാസിக்கிறതില്ലേ, അതിന്റെ തുടർന്നുള്ള ഭാഗം വായിച്ചിട്ടില്ല. He does not read 14 above or below. முதலாம் வசனத்தில் என்ன வாசிக்கிறோம்? 14-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ എന്താണ്? Psalm 14, the first verse. தேவனில்லை என்று யார் சொல்லுகிறான்? மதிகேடன் தன் ஹிருதயத்தில் சொல்லுகிறான். ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. The fool says in his heart, there's no God. அவன் முதல் பகுதியை மட்டும் எடுத்து மற்றதெல்லாம் விட்டு விட்டான். போ. ആദ്യ ഭാഗം എടുത്തിട്ട് ശേഷിക്കുന്നതൊക്കെ കളഞ്ഞു. தேவனில்லை, He leaves the first part, takes the second part only. தேவனில்லை என்று சொன்ன சரியாகுமா? ദൈവമില്ല എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? He said there's no God, will it be all ஏதோ right? ஒரு வாக்கியத்தை எடுத்து சுத்தி திரியாதே. ഏതെങ്കിലും ഒരു വാക്യം പിടിച്ച് നീ കറങ്ങരുത്. Don't hold the one part of the verse and rope about. தேவனில்லை என்று மதிகேடன் தன் ஹிருதயத்தில் சொல்லுகிறான். ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. The fool says in his heart, there's no God. சியோன் இல்லை என்று மதிகேடன் தன் ஹிருதயத்தில் சொல்லுகிறான். സിയോനില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. The fool says in his heart, there's no Zion. സിയോനുക്കാக ഒരു പ്രതിഷ്ഠയും ജീവിയം അന്നക പ്രതിഷ്ഠയും ജീവിയമുണ്ട്. அந்த ജീവിയത്തിൽ ജീവിച്ച് ജീവിയത്തെ പാതുകാത്ത് ജയാളികളാக മാറ്റപ്പെട്ടാൽ സിയോനിൽ 144,000 പേരോട് കൂടെ നിൽക്ക മുടിയും. സിയോന് വേണ്ടി ഒരു പ്രതിഷ്ഠാ ജീവിതമുണ്ട്. അത് സൂക്ഷിച്ച് ജയകരമായ ജീവിതം നയിച്ചാൽ ആ 144,000 പേരിൽ ഒരുവരായി സിയോനിൽ കാണപ്പെടാം. There's a life of consecration for Zion. There's a life of being eunuchs. If you lead that life, becoming victorious, we shall be fine place in that Zion with 144,000. അങ്ങനെയുള്ള സിയോനോട് കൂട്ടായ്മ പുലർത്തി Observing fellowship with that Zion. യെരുശലേമാക മാറ്റപ്പെട വേണം. നീയോ പുതിയ യെരൂശലേമായി മാറണം. You must become New Jerusalem. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ദേവരാജ്യമാക മാറ്റപ്പെട വേണം. ദൈവരാജ്യമായി മാറണം. Let's become the kingdom அதற்காக of God. தைரியமாக பிரசங்கம் பண்ணுகிறது மட்டுமல்ல, അതിനായി ധൈര്യത്തോടെ പ്രസംഗിക്കുക മാത്രമല്ല, Not only preaching for it with utmost தைரியமாக நாம் confidence. ஜீவிப்போமாக. ധൈര്യത്തോടെ ജീവിക്കാം. Let us live boldly. ദൈവിക സുഖത്തിൽ ജീവിപ്പோம். ദൈവിക രോഗശാന്തിയിൽ ജീവിക്കാം. Let's become steadfast in divine ജീവിതത്തിൽ healing. ജീവിപ്പோமாக. വിശുദ്ധ ജീവിതം നയിക്കാം. Let's extend a அதுக்கு holy life. அபிஷேகத்தை பெற்றுக்கொள்ளும்படியாக நாம் எல்லாரும் ஒன்று எழும்பி நிற்போமா. ഒരു അഭിഷേകം പ്രാപിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Let us stand and receive a powerful anointing. இந்த வார்த்தையானது நமக்குள் கிரியை செய்யட்டும். ഈ വചനം നമ്മിൽ പ്രവർത്തിക്കട്ടെ. May this word walk in you. இந்த வார்த்தையினால் எழுப்புதல் உண்டாகட்டும். ഈ വചനങ്ങളാൽ ഒരു ഉണർവുണ്ടാകട്ടെ. Let us have a revival by this இந்த word of வார்த்தை God. நமக்குள்ள கிரியை செய்யும்படிக்க ஆவி ஆத்ம சரீரத்தை நீ ஒப்படைப்பாயாக. ഈ വചനത്തിൽ പ്രവർത്തിക്കുവാൻ ദേഹാത്മദേഹിയെ സമർപ്പിച്ചാട്ടെ. Commit your body, soul and spirit for the function of the spirit in you. கடைசி நாட்களில் ஒரு எழுப்புதல் உண்டாகட்டும். ഒരു അന്ത്യകാല ഉണർവിപ്പോൾ ഉണ്ടാകട്ടെ. Let there be revival during these last days. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to the Lord. இயேசு மகிமையில் வெளிப்பட போகிறார். യേശു തേജസ്സിൽ വെളിപ്പെടാറായി. Jesus is going to appear in glory. சீயோனை கட்டி மகிமையில் வெளிப்பட போகிறார். യഹോവ സിയോനെ പണിത തേജസ്സിൽ വെളിപ്പെടും. The Lord is going to appear in his glory. After building தேவராஜ்யத்துக்காக Zion, நாம் வைராக்கியமாக போராடுவோமாக. ദൈവരാജ്യത്തിനായി എരിവോടെ പോരാടാം. let us fight zealously for the kingdom of God. അഭിഷേകം ഇറങ്ങട്ടെ. May anointing come எல்லாரும் down. பரிசுத்தாவிக்கு இடம் கொடுங்க. എല്ലാവരും പരിശുദ്ധാത്മാവിനിടം കൊടുപ്പി. It's all given for the power of the எத்தனை spirit of பேர் God. தேவராஜ்யத்துக்காக வைராக்கியமாக போராட தீர்மானம் செய்திருக்கிறீர்கள்? அவர்கள் மட்டும் கரங்களை உயர்த்தி ஒரு 3 அல்லேலூயா சத்தமாக சொல்லுங்கள். ദൈവരാജ്യത്തിനായി എരിവോടെ പോരാടുവാൻ തീരുമാനിച്ചവർ 3 ഹല്ലേലൂയ കരങ്ങളെടുത്ത് മുഴക്കാം. Hallelujah. Hallelujah. அபிஷேகம் അഭിഷേകം ഇറങ്ങട്ടെ. Anointing come down. അഭിഷേകം ഇറങ്ങട്ടെ. உன்மேல் அபிஷேகம் இறங்கிக் கொண்டு May
anointing coming upon you. ഇതിൽ അഭിഷേകം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ദേവരാജ്യം ദേവരാജ്യം ദൈവരാജ്യം The kingdom of God, ഉള്ള ക്രിയ ചെയ്യട്ടെ. ഇതിൽ വ്യാപരിക്കട്ടെ. let it walk in you. അഭിഷേകത്തിന് നാം ഇടം കൊടുപ്പാം. ശക്തിയുടെ അഭിഷേകത്തിന് ഇടം കൊടുക്കാം. Let's give room for the powerful anointing. ജെറുസലേമെ കുറിച്ച് ശരിயான വെളിപ്പെടുത്തലെ പെറ്റ് அந்த വെളിപ്പെടുത്തലിன்பടി ജീവിപ്പോമാക. സിയോനെ കുറിച്ചുള്ള യെരൂശലേമിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച് ജീവിക്കാം.